സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി നെയ്യത്ത് വെച്ച് പോകാനൊരുങ്ങി സമയം കാത്തിരിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അതിലേറ്റവും നമുക്ക് സന്തോഷം നൽകേണ്ട ഒരു കാര്യം, ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അവരിൽ നിന്ന് നമുക്ക് ഈ വർഷം ഹജ്ജിന് പോകണം എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടാവുകയും ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടി അപേക്ഷിക്കുകയും പണമടക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു തൗഫീഖാണ്. നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. ജീവിതം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ ഓർമ്മ വെച്ചത് മുതൽ നമ്മൾ ഇങ്ങോട്ട് നടന്ന് സഞ്ചരിച്ച് ജീവിച്ച കാലത്ത് തിരിഞ്ഞു നോക്കിയാൽ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മായ്ച്ചു കളയേണ്ടതുണ്ടാകും. അതില്ലാത്ത ആരും ഉണ്ടാവില്ല. ആർക്കും ധൈര്യമായി പറയാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാവരിലും ഒരുപാട് സംഗതികൾ മായ്ച്ച് ഇല്ലാതെയാക്കി വിശുദ്ധരായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. മുഖവരിയായി സംസാരിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ ലളിതമായ വളരെ എളുപ്പമുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ച് മടങ്ങുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന ഹജ്ജിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹജ്ജിന് പോകുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഈ ഹജ്ജ് കർമ്മം എന്ന് പറഞ്ഞത് അത് വളരെ ലളിതമായ ഒരു ആരാധനാകർമ്മമാണ്. മറ്റുള്ള ആരാധനാകർമ്മങ്ങളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹജ്ജ് കർമ്മം എന്നത് വളരെ ലളിതമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ ആദ്യമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങാൻ വിചാരിക്കുക. നമസ്കരിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് എത്ര പ്രാർത്ഥനകൾ കാണാതെ പഠിക്കണം, എന്തെല്ലാം സംഗതികൾ അയാൾ ദിവസങ്ങൾ അധ്വാനിച്ച് മലന്ന് നിന്നുകൊണ്ട് അയാൾ ചെയ്യേണ്ടതുണ്ടല്ലോ. എന്നാൽ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സുന്നത്തായി പഠിപ്പിക്കുന്ന പ്രാർത്ഥന രണ്ട് പ്രാർത്ഥനകൾ. ഹജ്ജ് തുടക്കം മുതൽ അവസാനം വരെ സുന്നത്തായ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ 2 പ്രാർത്ഥനകളേ ഉള്ളൂ. ഒന്ന്, നമുക്കൊക്കെ പരിചയമുള്ള റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ, തവാഫിന്റെ സമയത്ത് നടത്തുന്ന പ്രാർത്ഥന. രണ്ടാമതൊരു പ്രാർത്ഥന ഉള്ളത്, അത് ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം, അവരല്ലാതെ വേറെ സന്ദർഭങ്ങളിലൊന്നും അങ്ങനെ നമ്മളോട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഹജ്ജിന് വേണ്ടി പ്രത്യേകമായി ഉംറയ്ക്ക് വേണ്ടി നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. അത് സഅയിന്റെ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന, സഫാ മർവയ്ക്കിടയിലുള്ള സന്ദർഭത്തിലുള്ള ഒരു പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനകൾ മാത്രമേ ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ എന്തിനാ പിന്നെ ഹജ്ജിന് പോകുന്നത്? ഹജ്ജിന് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, നമ്മൾ മക്കത്തേക്ക് പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായും മക്കയിലേക്ക് പോകുന്നതും ഹജ്ജിന് പോകുന്നതും ഒക്കെ ഈ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹജ്ജിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിരന്തരമായി നിൽക്കുന്നത് തവാഫിന്റെ സന്ദർഭത്തിലും സഈന്റെ സന്ദർഭത്തിലും സഫാ മർവയ്ക്കിടയിലും എവിടെ നോക്കിയാലും അറഫയിലും ഒക്കെ പ്രധാനമായി നമ്മൾ ചെയ്യാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമായി നിർവഹിച്ച ഈ ഹജ്ജിൽ സുന്നത്തായി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കേവലം 2 പ്രാർത്ഥനകളുള്ളൂ. അപ്പൊ ഇനി ബാക്കി സമയത്തൊക്കെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുക? അത് ഓരോരുത്തർക്കും അവനവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവനവൻ പഠിച്ച പ്രാർത്ഥനകൾ
അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അനുവർത്തിക്കാൻ വേണ്ട പ്രാർത്ഥനകൾ, അത് അവനവൻ്റെ ഭാഷയിൽ അങ്ങനെ അറബിയിൽ അറിയുന്ന ആളുകൾ അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ പ്രാർത്ഥനകൾ നിർവഹിച്ച് അവസാനം നമ്മളിൽ നിന്ന് ഈ പാപത്തിൻ്റെ കറകൾ മുഴുവൻ മാഞ്ഞ് ഇല്ലാതെയായി അറഫ കഴിയുമ്പോഴേക്ക് നമ്മൾ പുതിയ ഒരു മനുഷ്യരായിട്ട് മടങ്ങി വരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രാർത്ഥിച്ചില്ലാതെയാണ്. അപ്പം അതിനാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുങ്ങുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഹജ്ജിന് ഫസ്റ്റിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതാണ്. പിന്നെ ഹജ്ജിലെ കർമ്മങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി കാണിച്ചത്. ഇപ്പോൾ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി നമ്മൾക്ക് പഠിപ്പിച്ചതാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. അപ്പം അതിൽ ഒരു കൺഫ്യൂഷൻ ആകേണ്ട ഒരു വിഷയം അതിലില്ല. വിശാലമായി ചെയ്യാവുന്ന സംഗതികളുണ്ട്, ഒക്കെ റസൂലുള്ളാഹി നമ്മൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി ഹജ്ജ് നിർവഹിച്ചത് ഒരു പ്രാവശ്യം മാത്രമാണ്, ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ആ ഹജ്ജ് നിർവഹിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും തൻ്റെ സഹാബിമാരോട് പ്രത്യേകം പറയും, ഖുദൂ അന്നീ മനാസികക്കും, ഇതാ നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് കാലങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. ഒരുപാട് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടും. ആ പ്രശ്നങ്ങളൊക്കെയുള്ള പരിഹാരങ്ങൾ റസൂലുള്ളാഹിയുടെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ തന്നെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെട്ട് മീഖാത്തിലെത്തിയപ്പോൾ, മദീനയിൽ നിന്നാണല്ലോ പുറപ്പെടുന്നത്, മീഖാത്തിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബിൻത് ഉവൈസ് എന്ത് ചെയ്തു? അവർ പ്രസവിച്ചു. അത് ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്. അത് പ്രസവിച്ചപ്പോൾ റസൂലിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞു, എന്താ ചെയ്യുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കുളിക്ക്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കാണല്ലോ, നീ കുളിച്ചിട്ട് എന്നിട്ട് ഒക്കെ വൃത്തിയാക്കി തെറ്റെടുത്ത് നീ ഇഹ്റാമിൽ പ്രവേശിച്ചേക്ക് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇതിലൂടെ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇഹ്റാം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ശുദ്ധി ഉണ്ടാകരുത് നിർബന്ധമില്ല. ശുദ്ധി ഇല്ലാത്ത അവസ്ഥയിൽ ഇഹ്റാമിൽ പ്രവേശിക്കാം. ഇഹ്റാം പ്രവേശിക്കുന്ന അവസരത്തിൽ അശുദ്ധിയുള്ള മെൻസസ് ഉള്ളവരാണെങ്കിലും ശരി, മറ്റേത് അശുദ്ധിയോട് കൂടിയാണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് യാതൊരു വിരോധമില്ല. കാരണം ഈ സംഭവം ആ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ അടുത്ത കൊല്ലം വന്നാൽ മതിയായിരുന്നു ഹജ്ജിന് എന്ന് എനിക്ക് തോന്നുകയാണെന്ന്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ മെൻസസ് ഉണ്ടായോ? അപ്പോൾ മെൻസസ് ആയി. അപ്പോൾ റസൂലുള്ളാഹി വളരെ ലളിതമായി പറഞ്ഞു, ഇത് സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സംഗതിയല്ലേ, അതിന് നീ എന്തിനാണ് ബേജാറാക്കുന്നത്? ഒന്നുമില്ല, നീ എല്ലാ കാര്യവും ചെയ്തോ, തവാഫ് ഒഴിവാക്കിയിട്ട് തവാഫ് അല്ലാത്ത എല്ലാ സംഗതികളും ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ പിൽക്കാലത്ത് വരുന്ന എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും പാഠമായ ഒരു സംഗതിയാണ്, തവാഫിന്റെ സമയത്ത് നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ രീതിയിൽ ശുദ്ധി വേണം എന്ന് നമ്മെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഓരോ സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഹജ്ജിന്റെ വേളയിൽ ഓരോന്നും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 10 അന്ന് മുസ്ദലിഫയിൽ സുബഹി നിസ്കരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരാൾ ഓടി റസൂലുള്ളാഹി പറഞ്ഞു, നബിയെ, ഞാൻ വരുമ്പോൾ എൻ്റെ ഒട്ടകം വഴിയിലാകെ ക്ഷീണിച്ചു കിടന്നുപോയി, അതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലത്തും പിന്നെ ഒട്ടകം കുറച്ച് നടക്കുമ്പോഴേക്കും പിന്നെ അത് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഓടിക്കിടച്ച് ഞാനിപ്പോൾ എത്തിയപ്പോൾ ഇപ്പോഴാണ് എത്തിയത്, എന്താ ചെയ്യുക? എനിക്ക് ഹജ്ജുണ്ടോ എന്ന് റസൂലുള്ളാഹി. അതായത് അറഫ കഴിഞ്ഞിട്ടുണ്ട്. അറഫ കഴിഞ്ഞ് എന്നിട്ട്
മുസ്ദലിഫയിൽ സുബഹിസ്കരിക്കുമ്പോഴാണ് ഇദ്ദേഹം എത്തിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അയാള് അറഫയിൽ രാവിലെ പകലോ രാത്രിയോ എങ്കിലും അറഫയിൽ വന്ന് എന്നിട്ടാണ് അയാൾ ഇവിടെ എത്തിയതെങ്കിൽ അയാൾക്ക് ആ ഹജ്ജ് തുടരാം. അപ്പൊ ഇതിനർത്ഥം അറഫയിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഹജ്ജ് പിന്നെ രണ്ടാമതും അയാൾ നിർവഹിക്കണം, മറ്റൊരു സന്ദർഭത്തിൽ ഹജ്ജ് നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സൗദി സർക്കാർ ഹജ്ജിന് വന്ന ഹാജിമാര് രോഗമായോ മറ്റെന്തായിട്ടും അവര് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും സൗദി സർക്കാർ എന്ത് ചെയ്യും, അവരെ ഹെലികോപ്റ്ററിലോ ഏതെങ്കിലും വിധേന കുറച്ച് സമയമെങ്കിലും അവരെ അറഫയിൽ ഒന്ന് എത്തിക്കും. എങ്കിൽ അവര് നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്നതാണല്ലോ, അതൊന്ന് ഒരു നിലക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവര് ഏതെങ്കിലും രീതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിലോ ഹെലികോപ്റ്ററിലോ ഒക്കെ അറഫയിലോ ഒന്ന് എത്തിച്ചു കൊണ്ടുപോകും. കാരണം അറഫ ഇല്ലെങ്കിൽ അത് ഹജ്ജു അറഫ റസൂലുള്ളാഹി പറഞ്ഞു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ കിട്ടാത്തൊരവസ്ഥ ഒരു ഹാജിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ അത്തരം ഇതൊക്കെ ഓരോ സംഭവങ്ങൾ റസൂലിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ഈ റസൂലിന്റെ കൂടെ ഹജ്ജിന് വന്ന ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ ഇഹ്റാം ചെയ്ത ആളുകളുണ്ട്, ഹജ്ജ് മാത്രം ഇഹ്റാം ചെയ്ത ആളുകളുണ്ട്, ഹജ്ജ് ഉംറ ഒരുമിച്ച് ഇഹ്റാം ചെയ്ത ആളുകളുണ്ട്, ഹജ്ജ് ഉംറ കഴിഞ്ഞിട്ട് പിന്നെ ഹജ്ജിന് ചെയ്ത ആളുകളുണ്ട്. ഇങ്ങനെ പല രീതിയും. ഞാൻ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ ഹജ്ജ് നിർവഹിച്ചത് അതേ രീതിയിൽ എനിക്കൊരു ഹജ്ജ് നിർവഹിക്കണം എന്നൊരു നിയ്യത്ത് നമ്മളുടെ മനസ്സിൽ തീർച്ചയായും അവിടെ ഉണ്ടാകണം. ആ രീതിയിൽ തന്നെ നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കും. ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങനെ തന്നെ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ ഹജ്ജ് നിർവഹിച്ചോ അതേ രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ക്ലാസ് കേന്ദ്രം പോലെയുള്ള സംഘടനകൾ പ്രത്യേകമായി ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്ത് ആളുകളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ നമ്മളെ ക്ലാസ്സിൻ്റെ മുഖവിലെ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയുന്നതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഞാൻ ഈ നമ്മളുടെ ഇതിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായിട്ട് ഈ ഹജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 ഈ 6 ദിവസങ്ങളിൽ വെച്ച് മക്കയും മക്കയുടെ പരിസരങ്ങളായ മിന, മുസ്ദലിഫ, അറഫ ഈ 4 സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്ന പ്രത്യേകമായ ചില ആരാധനാക്രമങ്ങളാണ്. അത് തുടങ്ങൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി സ്ഥലം നിർണയിച്ചിട്ടുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ദുൽഹിജ്ജ 8-നാണല്ലോ ഹജ്ജ് ആരംഭിക്കുന്നത്. ദുൽഹിജ്ജ 8-ന് ഹജ്ജ് ആരംഭിക്കുന്നത് മിനയിൽ നിന്ന് ആരംഭിച്ച് അറഫയിൽ പോയി മുസ്ദലിഫയിലേക്ക് മടങ്ങി വന്ന് മക്കയിൽ പോയി പിന്നെ വീണ്ടും മിനയിൽ തന്നെ തിരിച്ചു വരിക. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് മിന എന്ന് പറഞ്ഞ സ്ഥലമാണ്. മിന എന്ന് പറഞ്ഞത് മക്കയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് മിന. ഈ മിനയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ എത്തുന്ന സ്ഥലമാണ് മുസ്ദലിഫ എന്ന് പറഞ്ഞ സ്ഥലം. മുസ്ദലിഫയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ എത്തുന്ന സ്ഥലമാണ് ഈ അറഫ എന്ന് പറയുന്ന സ്ഥലം. അറഫയിൽ എത്തിയാൽ പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ മടങ്ങി വന്ന് ഈ മക്കയിൽ പോയി വീണ്ടും മിനയിൽ തന്നെയാണ്. ഹജ്ജിൻ്റെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വിനിയോഗിക്കുന്നത് അത് മിനയിലാണ്. അത് മിനയിൽ വെച്ചാണ് നമ്മൾ അധികം സമയം വിനിയോഗിക്കുന്നത്. അവിടെയൊന്നും ഒരുപാട് കർമ്മങ്ങളൊന്നും നമുക്ക് കൂടുതൽ ചെയ്യാനില്ല. ദുൽഹിജ്ജ 10-ന് മാത്രം കുറച്ച് കർമ്മങ്ങളുണ്ട്. ബാക്കിയുള്ളതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന കർമ്മം അതിന് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് ചെയ്യാൻ അത്രയേ ഉള്ളൂ. ഏതായാലും നമ്മൾ ആദ്യം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുക. അപ്പോൾ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും
നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരൊക്കെ ആദ്യം ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതിന് സാങ്കേതികമായി തമത്തു എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ മിക്കവാറും ഈ ഹജ്ജ് കമ്മിറ്റിയിലൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ മിക്കവാറും അങ്ങനെയാണ്. പിന്നെ ഹജ്ജ് മാത്രം ഉദ്ദേശിച്ച് പോകണ വളരെ തിരക്ക് പിടിച്ച ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും. അവർ ഹജ്ജ് മാത്രം അത് ദുൽഹിജ്ജ 8-നോ അല്ലെങ്കിൽ 7-നോ ഒക്കെ പോയിട്ട് 4-5 ദിവസം ഒരാഴ്ച കൊണ്ട് ഹജ്ജ് നിർവഹിച്ച് പോരുന്ന ആൾക്കാർ അങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ പൊതുവിൽ നിർവഹിക്കുന്നത് ഉംറ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിന്ന് മാറി പിന്നെ ഹജ്ജ് നിർവഹിക്കാം. അത് തമത്തു എന്നാണ് പറയാം. അതാണ് ഹജ്ജ് കർമ്മങ്ങളിൽ ഏറ്റവും അഫ്ളലായ ഏറ്റവും നല്ല ഹജ്ജ് കർമ്മത്തിൻ്റെ രീതിയാണ്. ഹജ്ജ് നമ്മൾക്ക് 3 രീതി നിർവഹിക്കാൻ. ഒന്ന്, ഹജ്ജും ഉംറയും ഒരുമിച്ച് ഒരു ഇഹ്റാമിലൂടെ നമുക്ക് നിർവഹിക്കാം. അല്ലെങ്കിൽ ഉംറക്കൊരു ഇഹ്റാം, പിന്നെ ഹജ്ജിന് വേറെ ഇഹ്റാം. അതാണ് നമ്മളൊക്കെ ചെയ്യാൻ അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഹജ്ജിന് മാത്രം, അങ്ങനെയൊക്കെ നിർവഹിക്കാം. ഈ 3 രീതിയിൽ ഹജ്ജ് നിർവഹിച്ച ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബിമാരായിട്ടുള്ളവർ ഉണ്ടായിരുന്നു. അതിലേറ്റവും പുണ്യകരമായത് ഈ നമ്മളിപ്പോൾ നിർവഹിക്കാൻ പോകുന്ന രീതിയാണ് ഏറ്റവും പുണ്യകരം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ റസൂലുള്ള നമ്മൾ നിർവഹിച്ച രീതിയിലല്ല നിർവഹിച്ചത്. റസൂലുള്ള നിർവഹിച്ചത് ഒറ്റ ഇഹ്റാമിൽ ഹജ്ജും ഉംറയും കൂടി ഒരുമിച്ചാണ് നിർവഹിച്ചത്. സാങ്കേതികമായി ഖിറാൻ എന്നാണ് പറയുന്നത്. നമ്മൾ നിർവഹിക്കുക അങ്ങനെയല്ല. നമ്മൾ 2 ഇഹ്റാം ഉണ്ടാവും. ഉംറക്കൊരു ഇഹ്റാം ഉണ്ടാവും, ഹജ്ജിന് വേറൊരു ഇഹ്റാം ഉണ്ടാവും. ആ 2 ഇഹ്റാമിലൂടെയാണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കുക. അതാണ് ഏറ്റവും പുണ്യം. പക്ഷെ റസൂലുള്ള നിർവഹിച്ചത് അതിൻ്റെ താഴെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ റസൂലുള്ള പറയുകയുണ്ടായി, നേരത്തെ എനിക്ക് അറിവ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ നിർവഹിക്കുന്ന രീതിയിൽ ഉംറ നിർവഹിച്ച് പിന്നെ ഹജ്ജിന് വേറെ ഇഹ്റാം ചെയ്യുന്ന തമത്തു എന്ന രീതി ഞാൻ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കൂടെ ബലിമൃഗത്തിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഇഹ്റാമിൽ തന്നെ 2 നിർവഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർവഹിക്കാൻ പോകുന്ന രീതി അത് ഏറ്റവും ഉത്കൃഷ്ടമായ ഉത്തമമായ രീതിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിൽ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജ് യാത്രയും സാധാരണ യാത്രയും ഒരുപോലെയല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങി മടങ്ങി എത്തുന്നത് വരെ പ്രതിഫലാർഹമായ ഒരു കർമ്മത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. സാധാരണ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് പോകും. അപ്പോൾ അങ്ങനെയുള്ള യാത്രക്ക് പറയുന്ന പേരാണ് നമ്മൾ തീർത്ഥയാത്ര എന്നൊക്കെ പറയുന്നത്. അതിനാണ് ഏറ്റവും തീർത്ഥയാത്രയാണ്. അത് തുടങ്ങി മടങ്ങി എത്തുന്നവരെ ഒരു പ്രത്യേകമായ ആരാധനാകർമ്മമായി തന്നെ അത് നിലനിൽക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ പറയാണ്, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ സാധാരണ നമ്മൾക്ക് ആദ്യമായി നമ്മൾ ചെയ്യാനുള്ള സംഗതി ഇഹ്റാം എന്നതാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അർത്ഥം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കി മാറ്റുന്ന തക്ബീർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹറാമാക്കി മാറ്റുന്ന. അപ്പം എന്താണ് ഇപ്പം ഹറാമാക്കി മാറ്റുന്നത്? അല്ലാഹു അനുവദിച്ച കുറേ കാര്യങ്ങൾ ഹറാമാക്കി മാറ്റുന്നതെന്നാണ്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ആദ്യത്തെ അല്ലാഹു അക്ബറാണ് കെട്ടുമ്പോൾ അതിൻ്റെ പേരാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇഹ്റാമിന്റെ തക്ബീർ എന്നാണ് ഇതിന് പറയാം. ഈ ആദ്യത്തെ തക്ബീറാണ് കെട്ടുമ്പോൾ നമ്മൾക്ക് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികൾ പിന്നെ ചെയ്യാൻ പാടില്ല. സലാം വീട്ടിൽ വരെ ചെയ്യാൻ പാടില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന സംസാരിക്കുക, അതൊരു സാധാരണ മനുഷ്യൻ ഹലാലായ സംഗതിയാണ്. ഭക്ഷണം കഴിക്കുക, ചിരിക്കുക, പിന്നെ ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ടല്ലോ. ഈ സംഗതിയൊക്കെ ഹലാലായ സംഗതി തന്നെയാണ്. പക്ഷെ അത് അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലിനോട് കൂടി പിന്നെ സലാം വീട്ടണ വരെ അത് നമുക്ക് ചെയ്യാൻ പാടില്ല. അത് ഹറാമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ തക്ബീറിനെ പറ്റി തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഹജ്ജിലെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അതാണ്. ഹജ്ജിലെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് അനുവദിച്ച കുറേ സംഗതികളുണ്ട്. അതിൽ ചില സംഗതി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ഒരു പരിധി, ഒരു സമയം വരെ നമുക്ക് ചെയ്യാൻ പാടില്ല.
അതാണ് ഇഹ്റാം. അപ്പോൾ ഹജ്ജിലാണെങ്കിലും ഉംറക്കാണെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത് ആദ്യം ചെയ്യുന്നത് ഉംറയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയി ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഉംറയിൽ പ്രവേശിക്കണില്ല. നമ്മൾ ഡ്രസ്സ് അണിഞ്ഞാൽ ഉംറയിൽ പ്രവേശിക്കണില്ല. ഉംറയിൽ പ്രവേശിക്കുന്നത് നമ്മൾ മീഖാത്തിലെത്തിയതിന് ശേഷം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഉംറയിൽ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നിശ്ചയിച്ചു തന്ന സ്ഥലം എന്നാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് പോലെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കണം. അവിടെ മുതലാണ് നമ്മളെ ഉംറ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഹജ്ജ് തുടങ്ങുന്നത് അവിടെ മുതലാണ്. അപ്പോൾ എന്നാലും നമ്മൾ സാധാരണ രീതിയിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് ഈ ഹജ്ജ് യാത്ര പൂർണ്ണമായും ഒരു ആരാധനാകർമ്മമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ കഴിയുന്നിടത്തോളം സുന്നത്തുകൾ പരമാവധി ഈ യാത്രയിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങണം. സാധാരണ അത് എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് എപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അത് ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഉംറയ്ക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അതിലൊരു കുറച്ചുകൂടി ഒരു കണിശത വേണം. ആ കണിശതയോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇടയിൽ വേറൊരു ചർച്ച ഉണ്ട്. വലത് കാലം വെക്കേണ്ടത്, ഇടത് കാലം വെക്കേണ്ടത്, അത് ഏത് കാലം വെക്കാം. അല്ലാതെ റസൂലിന് പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഏത് കാലം വെച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പ്രാർത്ഥിച്ചിറങ്ങുന്നു. നമ്മൾ വാഹനത്തിൽ കയറുന്നു. വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, നമുക്കറിയാം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മൾ വാഹനത്തിൽ കയറി. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായി നമ്മളിൽ അധിക ആളുകളും പോകുന്നത് ജിദ്ദ വഴിയാണ് പോകുന്നത്. ജിദ്ദ വഴി പോകുകയാണെങ്കിൽ നമുക്ക് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം നമുക്ക് വിമാനത്തിൽ വെച്ചാണ് ഇഹ്റാം പ്രവേശിക്കേണ്ട അവസ്ഥ നമുക്ക് വരിക. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മളുടെ ബാധ്യതയായിട്ടുള്ളത്. ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉംറയുടെ ഒന്നാമത്തെ കാര്യം ഇഹ്റാം ചെയ്യും. ഇഹ്റാം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഈ സുന്നത്തായിട്ടുള്ളത് എന്താണത്? സുന്നത്തായിട്ടുള്ളത് ഇഹ്റാമിനെ എന്നുള്ള നെയ്യത്തോട് കൂടി നമ്മളൊന്ന് കുളിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളിയാണ് എന്നുള്ള നെയ്യത്തോടു കൂടി നമ്മളൊന്ന് കുളിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇഹ്റാമിന് വേണ്ടി നഖം മുറിക്കല്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ശരീരത്തിലെ രോമങ്ങളൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ഒഴിവാക്കാൻ ആവശ്യമാണെങ്കിൽ അതൊക്കെ ഇപ്പം സ്ഥിരമായി നഖം വെട്ടി വൃത്തിയാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന് വേണ്ടി നഖം വെട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങൾ വൃത്തിയാക്കുന്നത് സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ച് ദിവസം അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നഖം വെട്ടാനോ മുടി വെട്ടാനോ അതുപോലെ തന്നെ കുറച്ച് സംഗതികൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കി വെക്കുന്നതിന് വിരോധമല്ല. അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. വീട്ടിൽ നിന്ന് തന്നെ കുളിക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഹജ്ജ് ഹൗസിലാണെങ്കിൽ ഹജ്ജ് ഹൗസിൽ നിന്ന് നമ്മൾ കുളിച്ച് വൃത്തിയായി നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചാലൊന്നും നമ്മൾ ഉംറയിൽ പ്രവേശിക്കുന്നില്ല. പക്ഷെ വസ്ത്രം നമ്മൾ ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുന്നത് നമുക്ക് വിമാനത്തിൽ വെച്ച് വസ്ത്രം ധരിക്കാനോ മറ്റോ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ വസ്ത്രം ധരിക്കും. ഇനി മദീനത്തിൽ കൂടെയാണ് പോകുന്ന ആളുകളാണെങ്കിലോ അവർ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാലും മദീനത്തെയാണ് ആദ്യം പോകണമെന്നുണ്ടെങ്കിൽ ഇഹ്റാമിൻ്റെ വസ്ത്രമൊന്നും ആവശ്യമില്ല. സാധാരണ അവരുടെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മദീനത്തിൽ പോയാൽ മതി. എന്നിട്ട് മദീനത്തിൽ നിന്ന് അവർ കരമാണ് ബസ്സിനാണ് അവർ മക്കത്തേക്ക് വരിക. അപ്പം അതിൻ്റെ വഴിയിൽ തന്നെ ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം അവിടെ ഉണ്ട്. അവിടെ വെച്ചിട്ട് ഇഹ്റാം ചെയ്താൽ മതി. പക്ഷെ ജിദ്ദയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇഹ്റാം ചെയ്യുന്ന സ്ഥലം കഴിഞ്ഞതിന് ശേഷമാണ് ജിദ്ദ. അതുകൊണ്ട് നമ്മൾ ജിദ്ദയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയുള്ള വസ്ത്രമൊക്കെ നമ്മൾ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ
വസ്ത്രമൊക്കെ അണിഞ്ഞ് വൃത്തിയായി പോകണം. വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നിയമം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയുന്ന വസ്ത്രമാണ് അവർ ധരിക്കേണ്ടത്. പ്രത്യേകിച്ച് വർണ്ണമൊന്നും ഏത് കളറും എങ്ങനെയൊക്കെ ധരിക്കാം. മുഖവും മുൻകൈയും ഒഴികെ ബാക്കി ഭാഗങ്ങൾ ഒക്കെ മറയുന്ന വസ്ത്രമാകണം. സാധാരണ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ എന്ത് വസ്ത്രമാണോ ധരിക്കേണ്ടത് ആ വസ്ത്രമാണ് അവരെ ധരിക്കേണ്ടത്. ശ്രദ്ധിക്കാൻ വേണ്ടി റസൂലുള്ള പ്രത്യേകം പറഞ്ഞ സംഗതി, മുഖാവരണം ധരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരത് ധരിക്കാൻ പാടില്ല. മുഖത്ത് മാത്രം പ്രത്യേകിച്ചൊരു വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് അവർ ധരിക്കാൻ പാടില്ല. അതുപോലെ കയ്യുറ ധരിച്ച് നടക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ കയ്യുറ ധരിക്കാൻ പാടില്ല. അപ്പോൾ കയ്യുറയും അതുപോലെ തന്നെ നിഖാബും ഇഹ്റാമിലെ മുഖം ധരിക്കണം, അത് ഒഴിവാക്കിയിട്ട് സാധാരണ മുഖവും മുൻകൈയും ഒഴികെ ബാക്കി ഭാഗങ്ങൾ മറക്കുന്ന ഡ്രസ്സ് മതി സ്ത്രീകൾ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിയമം എന്താന്ന് വെച്ചാൽ, ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് അനുസൃതമായി തുന്നിയ വസ്ത്രങ്ങളൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഷർട്ട് പാടില്ല, ബനിയൻ പാടില്ല, അണ്ടർവെയർ പാടില്ല, സോക്സ് പാടില്ല, തലയിലുള്ള തൊപ്പി പാടില്ല. അതൊക്കെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നിർണയിക്കുന്ന വസ്ത്രമാണ്. പാൻസ് ഒക്കെ അങ്ങനെയാണ്. ആ വസ്ത്രമൊന്നും പാടില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഏത് വസ്ത്രമാണ് ഞങ്ങൾ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ ധരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അതിന് മറുപടി പറഞ്ഞത്, ധരിക്കേണ്ട പാടില്ലാത്ത കുറേ വസ്ത്രങ്ങളാണ്. പാൻസ് ധരിക്കാൻ പാടില്ല, സിർവാൽ പൈജാമ ധരിക്കാൻ പാടില്ല, ഷർട്ട് ധരിക്കാൻ പാടില്ല, തൊപ്പി ഇടാൻ പാടില്ല. അങ്ങനെ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിന് പ്രത്യേകമായി നമ്മൾ ഉണ്ടാക്കുന്ന അതിനുവേണ്ടി നമ്മൾ തുന്നിയ ഒരു വസ്ത്രം അത് ആണുങ്ങൾ ധരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു മേൽമുണ്ടും സാധാരണ ഒരു തുണിയാണ് അവര് ധരിക്കേണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളൊക്കെ ഉംറക്ക് പോകുന്ന സന്ദർഭത്തിൽ ചെയ്തിരുന്നത്. അതാണ് ചെയ്തിരുന്നത്. എന്നാൽ ആ കൂട്ടത്തിൽ അവർക്ക് തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് ധരിക്കാൻ ഒരു വിരോധമില്ല. അതുപോലെ തന്നെ ഒരു ബെൽറ്റ് നമ്മളെ തോളിൽ നമുക്കൊരു ബെൽറ്റ് തൂക്കിയിടാം, അതൊന്നും വിരോധമല്ല. അതൊന്നും ഒരു വസ്ത്രമായി കണക്കാക്കുന്ന സംഗതിയല്ല. അങ്ങനത്തെ സംഗതികളൊക്കെ അവർക്ക് ചെയ്യാം. ഏതായാലും ഇഹ്റാമിന്റെ ഈ വസ്ത്രം നമ്മൾ ഹജ്ജ് ഹൗസിൽ വെച്ചോ വീട്ടിൽ വെച്ചോ ഒക്കെ ധരിച്ചിട്ടാണ് നമ്മൾ ജിദ്ദ വഴി പോകുന്ന ആളുകൾ വിമാനത്തിലേക്ക് പ്രവേശിക്കുക. വിമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും വിമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിമാനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്, വിമാനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോഴാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്. നമ്മളുടെ ഈ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. റസൂലുള്ളാഹി അങ്ങനെയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തിലെത്തി ഒട്ടകപ്പുറത്തൊക്കെ ഇരുന്ന് ഒട്ടകം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാഹനത്തിൽ കയറി തെൽബിയത്ത് ആരംഭിക്കണമൊക്കെ അവിടെയാണ്. അപ്പോൾ എയർപോർട്ട് മുതലേ തെൽബിയത്ത് ചെല്ലാൻ പറ്റില്ല. തെൽബിയത്തിനൊക്കെ നമുക്ക് സമയം നിർണ്ണയിച്ചു. തെൽബിയത്താണ് ലബൈക അല്ലാഹുമ്മ ലബൈക എന്ന ആ പ്രാർത്ഥന. അത് നമ്മൾ എയർപോർട്ടിൽ നിന്നേ ചെല്ലേണ്ടതില്ല, നാട്ടിൽ നിന്ന് ചെല്ലേണ്ടതില്ല, വീട്ടിൽ നിന്ന് ചെല്ലേണ്ടതില്ല. അത് ആരംഭിക്കേണ്ട സ്ഥലം അത് മീഖാത്തിൽ വെച്ചാണ്. ജിദ്ദ വഴി പോകുന്ന ആളുകളുടെ മീഖാത്ത് എത്തുക ആകാശത്ത് വെച്ചാണ്, വിമാനത്തിൽ വെച്ചാണ്. അപ്പൊ വിമാനത്തിൽ അവരെത്തും. ആ സ്ഥലത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർണയിച്ചു തന്ന സ്ഥലം എത്തുമ്പോൾ അവർ നമ്മളോട് പറയും, ഉംറക്ക് ഇഹ്റാം ചെയ്യേണ്ടവർ തെൽബിയത്ത് ആരംഭിക്കാൻ വേണ്ടി വിമാനത്തിലുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പറയും, നമുക്കിതിന് അറിയിപ്പ് നൽകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മളുടെ ഉംറ ചെയ്യാനുള്ള നമ്മളുടെ അതിൽ പ്രവേശിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിൽ പ്രവേശിക്കുക. അപ്പോൾ വിമാനത്തിൽ വെച്ച് അത് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്താണ്? ആദ്യം ചെയ്യേണ്ടത്, അങ്ങനെ ഒരു അറിയിപ്പാണ് കിട്ടിയാൽ നമ്മൾ ആദ്യം ലബ്ബൈക ഉംറതൻ എന്ന് പറയണം. അത് പറയണം, ലബ്ബൈക ഉംറതൻ, ഉംറയ്ക്ക് വേണ്ടി ഞാനിതാ തയ്യാറായി വന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
അത് പറയുന്നതോടുകൂടി തെൽബിയത്ത് ആരംഭിക്കും. തെൽബിയത്ത് പറഞ്ഞാൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്നത് ഇങ്ങനെ ഇല്ല. അപ്പം അത് നേരത്തെ ചൊല്ലി പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അത് വിമാനത്തിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. ഇതാകെ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാവരും പഠിക്കും. കാരണം നമുക്ക് ഒരുപാട് സമയം ചൊല്ലേണ്ട ഇതാണ് ഈ തെൽബിയത്ത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞത്. അത് തുടങ്ങേണ്ടത് വിമാനത്തിൽ നമ്മൾ എത്തുന്നത് മുതലാണ്. അതിന് മീഖാത്ത് എന്നാണ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെൽബിയത്ത് തുടങ്ങാൻ ആരംഭിച്ചത് മീഖാത്തിൽ നിന്ന് വാഹനം പുറപ്പെടുന്നത് മുതലാണ്. റസൂലുള്ളാഹി തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഈ മദീനയിൽ നിന്ന് അല്ലെങ്കിൽ ദിൽ ഹുലൈഫ എന്ന് പറഞ്ഞ മീഖാത്തിൽ നിന്ന് റസൂലുള്ളാഹി മക്കയിലേക്ക് പുറപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മീഖാത്ത് ആകാശത്ത് വെച്ചെത്തും. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് തെൽബിയത്ത് ചൊല്ലിപ്പോകും. ഇപ്പൊ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ ചെയ്യുക. തെൽബിയത്ത് ചെല്ലാൻ ഒന്നും ഉണ്ടാകണം നിർബന്ധമല്ല, ശുദ്ധി ഉണ്ടാകണം നിർബന്ധമല്ല. അവർക്ക് സാധാരണ പോലെ ഇങ്ങനെ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അങ്ങനെ പോകാം. നമ്മൾ വിമാനത്തിലാവുമ്പോൾ അധികം താമസിയാതെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ ജിദ്ദയിലേക്ക് എത്തും. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയാൽ വിരോധമല്ല, അതിനൊന്നും തകരാറില്ല. നമ്മൾ തെൽബിയത്ത് ചൊല്ലി ജിദ്ദയിലെത്തി കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാൻ നമ്മളുടെ അവിടുത്തെ മറ്റെല്ലാ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് വാഹനം വരും. വാഹനം വന്നിട്ട് നമ്മുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക അതങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പോവുക. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം നമുക്കൊന്ന് വിശ്രമിക്കണം തോന്നി, യാതൊരു വിരോധമില്ല, വിശ്രമിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഥവാ ലബ്ബൈക ഉംറതൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നഖം വെട്ടാനോ മുടിയെടുക്കാനോ ആളുകൾ തലമറക്കാനോ അതല്ലെങ്കിൽ സുഗന്ധം പൂശാനോ ഇങ്ങനത്തെ സംഗതികളൊന്നും പാടില്ല. അതാണ് അതിന് പാടില്ലാത്ത സംഗതികൾ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി വിശ്രമിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളുടെ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തത് ഇഹ്റാമാണ്. ആ ഇഹ്റാം കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം ഇനി നമുക്ക് ചെയ്യാനുള്ള തവാഫാണ്. ഈ തവാഫ് എന്ന് പറയുന്നത് അത് കഅബയിലെത്തിയാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റൂമിലെത്തി വിശ്രമിച്ച് ചിലപ്പോൾ അമീറുണ്ടെങ്കിൽ അമീറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ആക്കി റെഡിയാക്കി നമ്മൾ കൂട്ടമായി നമ്മൾ ഈ മസ്ജിദുൽ ഹറമിലേക്ക് പോവുക. മസ്ജിദുൽ ഹറമിലേക്ക് അപ്പം മസ്ജിദുൽ ഹറമിലേക്ക് പോകുമ്പം ഉള്ള സുന്നത്തുകൾ എന്താണ്? പ്രത്യേകിച്ച് മസ്ജിദുൽ ഹറമിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കഅബാലയത്തിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സുന്നത്തൊന്നും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പള്ളി കയറുമ്പോൾ മസ്ജിദുൽ ഹറം ഒരു പള്ളിയാണ്. പള്ളി കയറുമ്പോൾ പാലിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഉണ്ട്. അത് നമുക്കറിയാവുന്ന അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് ചൊല്ലി നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക. വലത് കാല് വെച്ച് പള്ളിയിൽ പ്രവേശിക്കുക. അതിൻ്റെ കൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നും കൂടി പറയാം. നബിയുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലത് കാൽ വെച്ച് നമ്മൾ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ, ഉംറ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെ തഹിയ്യത്ത് നമസ്കാരമില്ല. നമ്മൾ ആദ്യം പോകേണ്ടത് നമ്മൾ തവാഫിലേക്കാണ് പോവുക. എന്തുകൊണ്ടാണ്? അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തത്. അല്ലാഹുവിൻ്റെ റസൂല് ആദ്യമായി കഅബാലയത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് നേരെ മത്താഫിലേക്കാണ് പോവുക ചെയ്തത്. മത്താഫ് എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പം നമ്മൾ മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചെല്ലുമ്പോൾ ഇപ്പൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വേറെ നിസ്കാരം നടക്കുന്നുണ്ടാവും, അവിടെ ഫർദ് നിസ്കാരം നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫർദ് നമസ്കാരത്തിൽ ഭാഗവാക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഈ പറഞ്ഞ സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മൾ മത്താഫിലേക്ക് പോവുക. തവാഫ് ചെയ്യുന്ന ആ ഏരിയയിലേക്ക് നമ്മൾ പോവുക. എന്നിട്ട് അവിടുന്ന് നമ്മൾ തവാഫ് ആരംഭിക്കുക.
അപ്പോൾ അതോടെ നമ്മൾ ഈ മത്താഫിലെത്തുന്നതോടുകൂടി പിന്നെ തെൽബിയത്തെ അല്ല പാടില്ല. തെൽബിയത്തെ നമ്മൾ തുടങ്ങിയത് വിമാനത്തിൽ വെച്ചാണ്. പിന്നെ നിരന്തരം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് വരാം. അങ്ങനെ മത്താഫിലെത്തുന്ന വരെ തെൽബിയത്ത് ചെല്ലാം. മത്താഫിലെത്തിയാൽ നമുക്ക് തെൽബിയത്ത് അവസാനിപ്പിക്കണം. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കഅബാലയം കണ്ണിൽ കാണുമ്പോൾ നമ്മൾ തെൽബിയത്ത് അവസാനിപ്പിക്കണം. രണ്ട് അഭിപ്രായമുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മത്താഫിലെത്തിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെൽബിയത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മത്താഫിലെത്തുന്നതോടുകൂടി തെൽബിയത്ത് അവസാനിപ്പിക്കുക, ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലൽ അവസാനിക്കുക. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് തവാഫാണ്. അതാണ് ഉംറയിലെ രണ്ടാമത്തെ കാര്യത്തിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് തവാഫ്. അപ്പൊ ഈ തവാഫ് എന്ന് പറഞ്ഞത് നമുക്കറിയാം, കഅബാലയത്തെ 7 പ്രാവശ്യം വലയം ചെയ്യലാണ് ഈ തവാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 പ്രാവശ്യം വലയം ചെയ്യണമെങ്കിൽ അതിനൊരു തുടങ്ങാനുള്ള സ്ഥലം വേണമല്ലോ. ആ തുടങ്ങാനുള്ള സ്ഥലമാണ് ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിന്നത് തുടങ്ങുന്നു. അപ്പൊ ഹജറുൽ അസ്വദിന്റെ അടുത്ത് തുടങ്ങിയിട്ട് അങ്ങനെ കഅബാലയത്തെ തവാഫ് 7 പ്രാവശ്യം തവാഫ് ചെയ്യണം. ഈ 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അതിൽ ഒന്ന്, തുടങ്ങുന്ന സമയത്ത് ഈ കഅബാലയത്തിൽ ഹജറുൽ അസ്വദിന്റെ എത്തുന്ന സന്ദർഭത്തിൽ ആ ഭാഗത്തേക്ക് കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. ബിസ്മില്ലാഹി അല്ലാഹു. ഇതൊക്കെ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കഴിയുന്ന സംഗതിയാണ്. കാരണം എല്ലാവരും പറയും, എല്ലാവരും കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമുക്കത് മറക്കണ പ്രശ്നമൊന്നുമില്ല. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തവാഫ് തുടങ്ങും. തവാഫ് തുടങ്ങുമ്പോൾ ഈ തവാഫിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന, നിരന്തര പ്രാർത്ഥന. അതിങ്ങനെ കഴിയുന്നിടത്തോളം മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ ഇടംവരെ നോക്കിയാൽ പലതരം മനുഷ്യന്മാരുണ്ടാവും. പല നീളമുള്ളവരും നീളമില്ലാത്തവരും പുറത്തോലും കൊടുത്തോലും പല ജാതി മനുഷ്യന്മാരും. ആദ്യമായിട്ട് ഇപ്പോൾ ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ഓരിങ്ങനെ അത്ഭുതപ്പെട്ട് ഓരോരുത്തരെ നോക്കിക്കൊണ്ട് സമയമൊക്കെ അങ്ങനെയാണ് പോകും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആകെ ചെയ്യാവുന്നത് താഴേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ കെട്ടിവണ്ടി വീഴൊന്നുമില്ല, അത് ഇങ്ങനെ ഒരു ഒഴുക്കിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോകണ താഴേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുക. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുമ്പിലുള്ള മൂല, കഅബാലയത്തിൽ 4 കഅബ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ 4 മൂലയുള്ള, നമ്മുടെ ഇംഗ്ലീഷ് ക്യൂബ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കഅബയിൽ നിന്നുണ്ടായതാണ്. ക്യൂബ് 4 ഭാഗവും തുല്യമായിട്ടുള്ള ക്യൂബ് എന്നാണ് പറയാം. അത് കഅബ എന്നുള്ള പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഹജറുൽ അസ്വദിന്റെ മുമ്പിലുള്ള ഒരു മൂല, ആ മൂല മുതൽ ഹജറുൽ അസ്വദ് വരെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബനാ അതിനാ ഫിദ് ദുനിയ. വേറെ ഒന്നുമില്ല, ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ നമ്മൾക്ക് സുന്നത്തായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളൂ. അത് ഹജറുൽ അസ്വദിനോട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള മൂല. 4 മൂലയാണെങ്കിൽ അതിൽ ഇതാണ് ഹജറുൽ അസ്വദിന്റെ മൂല എന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഈ ഏരിയ, ഇത്രയും ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അത് ഈ ഏരിയ എത്ര സമയമെടുക്കും കവർ ചെയ്യാൻ? അത് നമ്മൾ എവിടെ വെച്ചാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. കഅബാലയത്തിന്റെ തൊട്ടടുത്ത് വെച്ചാണ് തവാഫ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ വട്ടായിരിക്കും. കഅബാലയത്തിന്റെ ദൂരെ കൂടുന്നതിനനുസരിച്ച് വട്ടം ഇങ്ങനെ കൂടി വരും. പിന്നെ അതിന്റെ 1ാം നിലയിൽ വെച്ചാണെങ്കിൽ കുറച്ചുകൂടി വട്ടം കൂടും. ഏറ്റവും മുകളിൽ വെച്ചാണെങ്കിൽ പിന്നെയും വട്ടം കൂടും. അതതിനനുസരിച്ച് ആ വട്ടം ഇങ്ങനെ കൂടി വരും. അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. കഅബാലയത്തിന്റെ മതാഫിൽ എത്തി നമ്മൾ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ ഈ ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുമ്പുള്ള മൂലയിൽ മുതൽ ഹജറുൽ അസ്വദ് വരെ നമ്മൾക്ക് റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. പിന്നെ അവിടെ ഉള്ള മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ
ഷഹബാദിൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. വാതിലിൻ്റെ അടുത്ത് ഇത്രയും ഏരിയ മാത്രമാണ് ഇതല്ലാത്ത ഈ ഏരിയ അല്ലാത്ത ബാക്കി ഏരിയയിലൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന, നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് തോന്നുന്ന പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണവും എന്താണോ എന്നുള്ളത് അറബിയിലോ മലയാളത്തിലോ നമ്മുടെ ഭാഷയിലോ നമുക്ക് ചെല്ലാം. അവിടെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാം ചുറ്റിന് ഇന്നത്, രണ്ടാം ചുറ്റിന് അതൊന്നും അല്ലാഹു റസൂൽ പറഞ്ഞു. നിങ്ങൾ വളരെ അടിവരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ അല്ലാഹുവിന്റെ റസൂല് തവാഫിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ടുന്ന പ്രാർത്ഥനകളാണ്. നമ്മൾക്കുള്ളത് നമ്മുടെ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുക. നമ്മുടെ ദുനിയാവിന്റെയും നമ്മുടെ ആഖിറത്തിന്റെയും സംഗതികളാണ് നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാനുള്ളത്. നമുക്ക് ദുനിയാവിന്റെ ആഖിറത്തിന്റെയും കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. അത് ഇവിടെ മുതൽ ഇത് ഇങ്ങനെ ഇങ്ങനെ നടത്തി അപ്പം കുറേ ടൈം ഉണ്ടാവും. ആളൊഴിഞ്ഞ സമയമാണെങ്കിൽ ഒരു ചുറ്റിന് കുറച്ച് സമയം കൊണ്ട് ഒരു ചുറ്റി കഴിയും. അതിന്റെ തിരക്കുള്ള സമയമാണ്. നമ്മുടെ റൗണ്ട് കഴിഞ്ഞിരിക്കും. നമ്മളുടെ തവാഫ് ചിലപ്പോൾ മുകളിലൂടെയാണ് വരിക. ഈ മുകളിലൂടെയാണ് തവാഫ് ടൈം അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ക്ഷീണം തോന്നിയാൽ ഇരിക്കാം, നിരോധനല്ല. കുറച്ചൊക്കെ വിശ്രമിച്ചതിന് ശേഷം പോകാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ തവാഫിൽ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താന്ന് വെച്ചാൽ നമ്മുടെ പൊതുള്ളവരായിക്കൊണ്ട് തവാഫ് ചെയ്യാം. പൊതുള്ളവരായിക്കൊണ്ട് തവാഫ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾക്കൊന്ന് ക്ഷീണം തോന്നിയാൽ നമുക്ക് ഇരിക്കാം. പിന്നെ ഒരു 7 പ്രാവശ്യമാണ് തവാഫ് ചെയ്യുന്നത്. അപ്പൊ 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇരിക്കണം തോന്നി, ഒന്ന് വിശ്രമിക്കണം തോന്നി, നമുക്ക് കഴിഞ്ഞ് പിന്നെ വീണ്ടും തുടങ്ങുമ്പോൾ കരക്കത് തുടങ്ങേണ്ടിയില്ല. അടുത്തത് 2 കഴിഞ്ഞിട്ട് 3 തുടങ്ങിയാൽ മതി. അഥവാ വല്ല സംശയമുണ്ട്, ഞാൻ 2ഓ 3ഓ എന്ന് സംശയം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ചെറുത് നമ്മൾ എടുക്കുക. 2ഓ 3ഓ സംശയം തുടങ്ങിയാൽ പിന്നെ വേറെ 2 എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു 5ഉം കൂടി ചെയ്യാം. 4ഓ 5ഓ സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 4 കണക്കാക്കിയിട്ട് പിന്നെ 3 കൂടി ചെയ്യാം. ചിലപ്പോൾ നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിന് സമയമാവും. നമസ്കാരത്തിന് സമയമാകുമ്പോൾ എല്ലാവരോടും സ്വസ്ഥ നിൽക്കാൻ പറയും. നമ്മൾ ചിലപ്പോൾ തവാഫ് ചെയ്താൽ ചിലപ്പം ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നു, ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നു, എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ പറയും. ഒന്നുമില്ല, നമ്മൾ നിസ്കരിക്കാൻ കഴിഞ്ഞ ശേഷം ബാക്കിയാണ് പൂർത്തീകരിച്ചാൽ മതി. അങ്ങനെയാണ്. അല്ലാതെ എന്തിന്റെ ആവശ്യമില്ല, തരക്കാൻ പിന്നെ ആകേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ പിന്നെ തവാഫിന് ആദ്യമായിട്ട് ഉംറയ്ക്ക് വേണ്ടി വരുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഉംറയാണ്. ഫസ്റ്റിലുള്ള തവാഫിനൊരു പേര് തവാഫുൽ ഖുദൂം എന്നാണ് പറയുന്നത്. അതായത് ആദ്യമായി നമ്മൾ എത്തുന്ന തവാഫ്. ഈ ഖുദൂമിന്റെ സമയത്ത് ഒരു സുന്നത്തായ സംഗതി അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റിന്റെ മാത്രം ഒന്ന് നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചാൽ അവരുടെ ഈ മേൽവസ്ത്രം ഈ വലത്തെ തോൾഭാഗം പുറത്ത് കാണുന്ന രീതിയിൽ കക്ഷത്തിലൂടെ അണിയണം. ആദ്യത്തെ തവാഫിൽ മാത്രം. ആദ്യത്തെ ആ തവാഫിൽ കക്ഷത്തിലൂടെ അണിയണം. അതിന് സാധാരണ ഇർത്തിബാ എന്നാണ് പറയാം. ഇതാണ് ഈ രൂപത്തിലാണ് അണിയേണ്ടത് ആദ്യത്തെ തവാഫ്. ഇത് ആദ്യത്തെ തവാഫ് മാത്രം. പിന്നെ തവാഫ് ഖുദൂം ആദ്യം ചെല്ലുന്ന സമയത്ത് ചെയ്യുമ്പോഴുള്ള തവാഫിലാണ് ഇങ്ങനെയാണ് അണിയേണ്ടത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രീതിയിലേക്ക് തന്നെ നമ്മളുടെ ഈ മേൽവസ്ത്രം പെണ്ണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ യാതൊരു പ്രത്യേകിച്ചില്ല, ഒരു സാധാരണ പോലെ തന്നെ ചെയ്യണം. പിന്നെ മറ്റൊരു സംഗതി നമുക്ക് ചെയ്യാൻ പ്രയാസമായിരുന്നാലും സാധിക്കുന്ന ആളുകൾ ചെയ്യാം. ഈ തവാഫ് ആദ്യത്തെ 3 പ്രാവശ്യം 3 ചുറ്റുകളുണ്ട്. ആ 3 ചുറ്റുകൾ ഒരു ജോഗിങ് രീതിയിലാണ്. പറഞ്ഞാൽ ഇങ്ങനെ 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 ആളുകൾക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യാം. ജോബിൽ രൂപത്തിൽ ചെയ്യാം. അത് ഭയങ്കര തിരക്കില്ലാത്തവർക്ക് കഴിയില്ല. തിരക്കില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നിർദ്ദേശിക്കുന്ന സംഗതികളാണ്. അപ്പൊ അത്രയും തവാഫിനെ സംബന്ധിച്ചുള്ളത്. തവാഫിനെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള സംഗതി ഒന്ന് 7 പ്രാവശ്യമാണ്. തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിന്റെ ഭാഗത്താണ്.
ഹജറസ്വത്തിന്റെ ഭാഗത്ത് എപ്പോൾ നമ്മൾ എത്തുമ്പോൾ ഇതാണ് ഹജറസ്വത്തിന്റെ ഭാഗം. ഇവിടെ ഇങ്ങനെ ശരിക്കും ലൈൻ ഉണ്ടാവും, അടയാളം ഉണ്ടാവും, ആളുകൾ അവിടെ ഇങ്ങനെ കൈ പൊക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹജറസ്വത്തിന്റെ ഭാഗത്ത് എപ്പോൾ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു ഇങ്ങനെ പറയണം. പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള ഏരിയ ഉണ്ടാവില്ല, ഇതിന്റെ പുറത്തുകൂടെ ആയിരിക്കണം നമ്മൾ തവാഫ് ചെയ്യണം. ഇത് യഥാർത്ഥത്തിൽ കഅബയുടെ ഉൾഭാഗത്തെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ ഭാഗം. അവിടെ ശരിക്കും അറിയാം, അത് അറിയാത്ത പ്രശ്നമില്ല, അതിന്റെ ഭാഗമാണിത്. ഇതാണ് ഈ മഖാം ഇബ്രാഹിം എന്ന സംഗതിയാണ്. ഇതൊക്കെ ഇതിന്റെ മുമ്പിലൂടെ തന്നെ, ഇതിന്റെ മുമ്പിലൂടെ നമുക്ക് പോകാം. അപ്പോ ആ 7 പ്രാവശ്യം അതിൽ റുക്നുൽ യമാനി എന്ന മൂല, ഹജറുൽ അസ്വദ് തൊട്ട് മുമ്പിലുള്ള മൂല, അവിടുന്ന് ഹജറുൽ അസ്വദ് വരെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളങ്ങനെ അത് പൂർത്തീകരിക്കുക. 7 പ്രാവശ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ തവാഫിന്റെ സുന്നത്തായ ഒരു 2 റക്അത്ത് നിസ്കാരം, ആ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുന്നത് ഈ മഖാം ഇബ്രാഹിമിന്റെ ഈ ഭാഗത്ത് ഒന്നാണ്. അതായത് ആ ഭാഗത്തല്ല, ഈ ഭാഗത്തെ ഉടനെ ഏത് ഭാഗ ഏരിയയിലേക്ക് നമ്മൾ നിസ്കരിക്കണം. അതായത് കഅബാലയം അതുപോലെ തന്നെ ഈ മഖാം ഇബ്രാഹിമും നമ്മുടെ മുമ്പിലായിക്കൊണ്ടുള്ള എത്ര പിന്നിൽ ആയിരിക്കും നമുക്ക് നിസ്കരിക്കാം. തവാഫിൽ ഒതു മുറിഞ്ഞാല് നിസ്കാരത്തിൽ ഒതു മുറിയണ പോലെയല്ല. 5 പ്രാവശ്യം കഴിഞ്ഞ ശേഷം ഒതു മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒതു എടുക്കാൻ ഭയങ്കരമായ ഒതു എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മള് അവിടുന്ന് പിന്നെ ടൈമൻ ചെയ്തില്ലെങ്കിൽ ചെറിയ വെള്ളമുള്ള സംഗതികൾ കഴിയെങ്കിൽ അവിടെ ചോദിക്കുക, കഴിയില്ലെങ്കിൽ നമ്മള് അവിടുന്ന് എങ്കിലും പിന്നെ ടൈമൻ ചെയ്യാൻ നമ്മള് കുനിയാനും പറ്റും. കുനിയാൻ നമ്മൾക്ക് നല്ല റഷല്ലേ, എവിടെയെങ്കിലും നമുക്ക് സ്പർശിച്ച് ടൈമൻ കയ്യിലല്ല. അതൊക്കെ സത്തമുള്ള ഒരു നേരവും പുറത്ത് പോകാനും വയ്യ, ടൈമും ചെയ്യാൻ കഴിയില്ലെങ്കിൽ മനസ്സിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനസ്സിലെങ്കിലും നമ്മൾ ചെയ്തിട്ട് ആ സംഗതികൾ പൂർത്തീകരിക്കണം എന്നാണ്. അതൊക്കെ അതിന്റെ സാധ്യമാകുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞോടത്തോളം നമ്മൾ റൂമിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഉദു നഷ്ടപ്പെടാത്ത രീതിയിൽ ഉദു എടുത്ത് തന്നെ തവാഫ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. പിന്നെ നമ്മൾ മുകളിലോ മറ്റൊക്കെയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ ഉദു നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഉദു കെട്ടി രണ്ടാമത് വന്ന് ബാക്കി ചെയ്താൽ മതി. അല്ലാതെ തലക്കന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കും. തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്ത് നിസ്കരിച്ച് 1ാമത്തെ റക്അത്തിൽ നമ്മൾ എന്ന് പറഞ്ഞ സൂറത്തും 2ാമത്തെ റക്അത്തിൽ എന്ന് പറഞ്ഞ സൂറത്തുമാണ് നമ്മൾ ഓതേണ്ടത്. അവിടെ ഓതി നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമുക്ക് ആ സമയത്ത് തന്നെ അവിടെ എത്രയും ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട എവിടെ എത്തിയിട്ടാണ് അല്ലാതെ രണ്ടര തവാഫായിട്ടില്ലേ. അപ്പൊ ഇനി അത് 2 കൂട്ടിയിട്ട് വേണ്ട, എവിടെയാ നമ്മൾ എത്തിച്ചാൽ അവിടെ നമുക്ക് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴേ നമസ്കാരം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് 2.5 തവാഫാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മള് ഈ തുടങ്ങിയ സ്ഥലത്തേക്ക് വരേണ്ട ആവശ്യമില്ല. എവിടുന്നാന്ന് വെച്ചാൽ അവിടെ നമ്മൾക്ക് തുടങ്ങിയാൽ മതി. പിന്നെ ഉദു നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ പുറത്ത് പോയി ഉദു എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഹജറുൽ അവിടെ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എവിടുന്നാണോ മുറിയുന്നത് അവിടെ വെച്ച് നമ്മൾക്ക് ബാക്കി പൂർത്തീകരിച്ചാൽ മതി എന്നർത്ഥം. അത് ഇവിടെ ഇല്ല, വരുള്ളൂ. ഷൈലെത്തണം, അത് നമ്മൾ തവാഫ് കഴിച്ചിട്ടുള്ളൂ. അത് സൈയിലേ വരുള്ളൂ. ഈ 2 പേരുള്ളൂ. 2ാമത്തെ കാണാതെ പഠിക്കേണ്ടി വരും. അതിപ്പോ പെട്ടെന്ന് അപ്പോ ഈ പിന്നെ തവാഫ് ശ്രദ്ധിക്കൊന്നുമില്ലല്ലോ. ഇത്രയും സമയങ്ങളാണ് തവാഫ് ശ്രദ്ധിക്കാനുള്ളത്.
ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ബിസ്മി ചൊല്ലണം. അവിടെ ഇതുവരെ കേട്ട ക്ലാസ്സിലൊക്കെ പറഞ്ഞു പിന്നെ അല്ലാഹു ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ വാക്കുകളുടെ എനിക്ക് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങാം. അതുമില്ലാതെ കൈ ഉയർത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. പുരുഷന്മാർക്ക് കക്ഷത്തിലൂടെ ഇടണമെന്ന് പറഞ്ഞു. ആ, അപ്പൊ അത് 7 തവാഫിലും വസിക്കണ്ടേ? 7 തവാഫിലും ഏത് ചെയ്യണം? കക്ഷത്തിലൂടെ. മൂന്നാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഒന്നു പോയി, നമ്മൾ അറിഞ്ഞു, നമുക്ക് ഒന്നുമില്ല എന്നുള്ള അറിഞ്ഞു. അപ്പോ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാല് നമ്മള് രണ്ടാമത് തിരിച്ചു പോയി ഒന്നെടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് അതെ, രണ്ടാമത് ഒന്നും എടുക്കണം. പക്ഷെ ഒന്നും എടുക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. അതിപ്പോ അവിടെ പോയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. ഒതുവെടുക്കാൻ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാല്, ഒതുവെടുക്കാൻ നമുക്ക് പുറത്ത് പോയാലും കൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഈ കൂട്ടത്തെ കൊണ്ട് നീങ്ങാൻ പറ്റാത്ത അങ്ങനത്തെ സമയമാണെങ്കിൽ അവിടെയൊക്കെ മുഴുവൻ തൊട്ടടുത്ത് തന്നെ ഈ പിന്നെ എന്താണ് സംസം വെള്ളത്തിന്റെ പിന്നെ അതുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ കുടിക്കാനാണ്, അവിടെ ഒതുവെടുക്കാനൊന്നും കഴിയില്ല. അപ്പൊ നമ്മൾ നെറ്റിന്റെ വളരെ ചെറിയ രീതിയിൽ നമ്മൾക്ക് അത് അവിടുന്ന് ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞ രീതിയിൽ നമ്മൾ അവിടുന്ന് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും വെള്ളത്തിന്റെ ആ ഭാഗത്തോട് കൈയൊന്നും കടിച്ചിട്ട് നമുക്ക് താമം ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുക. അങ്ങനെ നമുക്ക് കഴിഞ്ഞ രീതിയിലായി ചെയ്യുക. ഇനി ഒരു നിലക്കും ഒതുടുക്കാൻ പോകാനൊന്നും കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ തവാഫ് ഏതായാലും ചെയ്യാൻ നമ്മൾ പൂർത്തിയാക്കണം. അവിടെ ഏതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അവിടെ തവാഫിനാണ്. ഇപ്പോ ഇനി വേറൊരു പറഞ്ഞുതരാം. അതായത് ഇപ്പോ മെൻസസ് ഉള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവള് ശുദ്ധിയായിട്ടില്ല. കൂടെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ പോയാൽ വിമാനത്തിന്റെ സമയമായി, വിമാനത്തിന്റെ ടൈമായി, അവര് തവാഫ് ചെയ്തിട്ടില്ല, ഹജ്ജിന്റെ തവാഫ് ചെയ്തിട്ടുമില്ല, ഓരോ സമയമായി, പിന്നെ മെൻസസ് അവസാനിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പോലെയാണ് പണ്ഡിതന്മാര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ അത്തരം ഘട്ടങ്ങളിൽ അവര് തവാഫിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോ അശുദ്ധി ആയിക്കൊണ്ട് തന്നെയാണെങ്കിലും അവരെ തീർത്തിരുന്നു തവാഫ് ചെയ്യും. നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ അതാണ്. അതിനൊക്കെ അവര് പറഞ്ഞ തെളിവുകൾ എന്താണ്? അവരിപ്പോ ആ തവാഫ് ഒഴിവാക്കിയിട്ട് അവർ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവരെ ഹജ്ജിനെ ബാധിക്കുന്നത്. നേരെ മറിച്ച് ഈ പറഞ്ഞ രീതിയിൽ അശുദ്ധിയോട് കൂടി തവാഫ് ചെയ്യുകയാണെങ്കിൽ അതൊരു കുറ്റകരമായ സംഗതിയല്ല, നിർബന്ധിതമായ ഘട്ടത്തിൽ അവർ ചെയ്തൊരു സംഗതിയാണ്. അപ്പൊ അതിന് അവർ വിരോധം. അപ്പൊ അത് നമ്മളുടെ അവിടുത്തെ തിരക്കും അവിടെ എത്തുമ്പോഴേ നമുക്ക് അതിനെ പറ്റി അറിയുള്ളൂ. നമ്മള് പിന്നെ നിയമം ഇങ്ങനെയാണെങ്കിലും അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത വിധം ഉള്ള തിരക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒതുകൊടുക്കാൻ പുറത്തു പോകാൻ കഴിയില്ല. ചില ആളുകൾ പ്രായമായവരായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഒതുകൊടുപ്പിക്കാനൊന്നും കഴിയാത്ത അവസ്ഥ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ ആ സംഗതികളെ നിർവഹിക്കുക എന്നുള്ളതാണ് അതിന്റെ തത്വം. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരിക്കലും പിന്നെ പുറത്തു പോയി ഒതുകൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. കാരണം അത്രയും തിരക്കാണ്. നന്നാവുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞത് മെൻസസ് ആവുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആ സമയത്ത് അങ്ങനെ വരാതിരിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷൻസ് കിട്ടാനുള്ള ഒരു അവസരം. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ ലാസ്റ്റ് നമ്മള് അജുറസിന് നമ്മൾ പറഞ്ഞ തവാഫും തടസ്സത്തിന്റെ അജുറസിന്റെ അവിടെ നിന്നാണ് നമ്മൾ തുറക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2.5 ചുറ്റായപ്പോഴേക്കും ഒരാൾക്ക് ഒന്ന് പോവുകയാണെങ്കിൽ പിന്നെ അയാൾ എന്ത് തുടങ്ങണം? ഈ അജുറസിന്റെ അവിടെ തന്നെ തുടങ്ങിയില്ലേ? എവിടെയാണ് വെക്കുന്നത് അവിടെ പൂർത്തീകരിച്ചാൽ തുടങ്ങണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോ നമ്മള് ഇവിടെ അല്ലെങ്കിൽ അവിടെയായിരിക്കും നമ്മൾ എത്തുന്നത്. അങ്ങനെ പോകണം. എവിടെയാണ് എത്തിയത് അതിനെ തുടർന്നാണ് പോയാൽ മതി. കുറച്ച് സ്പീഡ് പോകണം. പിന്നെ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കേണ്ട സ്ഥലം ഈ പിന്നെ കഅബയുടെ ഈ സൈഡിലാണ്. അതായത് ഈ ഭാഗത്തല്ല, ഇതിന്റെ പിൻഭാഗത്തല്ല, ഈ ഫ്രണ്ട് ഭാഗത്ത് എത്രയും ബാക്കിലേക്ക് പോകാം. നമുക്ക് എത്രയും ബാക്കിലേക്ക് പോകാം. അതുപോലെ മുകൾ ഭാഗത്താണെങ്കിലും ഒക്കെ ആ ബാക്കിൽ പോയിട്ട് നമുക്ക് നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട്
നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതെന്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സൗകര്യപ്പെടുമെങ്കിൽ റസൂലുള്ളാഹി ചെയ്തത് പിന്നെ റസൂലുള്ളാഹി ധാരാളം സംസം വെള്ളം കുടിക്കാൻ ചെയ്തത്. സംസം വെള്ളം റസൂലുള്ളാഹി അവിടെ ധാരാളം അപ്പോൾ നമ്മുടെ സംസം വെള്ളം അവൈലബിൾ ആയിരിക്കും. കഴിയെങ്കിൽ സംസം വെള്ളം ധാരാളം നമുക്ക് കുടിക്കാം. ആവശ്യത്തിന് സംസം വെള്ളം കുടിക്കാം. സംസമിന് ഒരു പ്രത്യേകത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം അത് എന്ത് ഉദ്ദേശിച്ചാണോ നമ്മൾ കുടിക്കുന്നത് അതിനത് ഉപകാരപ്പെടും. ഉദ്ദേശിക്കുന്ന കുഴിയ സംഗതി നടക്കുന്നില്ല, അതിനത് ഉപകാരപ്പെടും. അതുകൊണ്ട് ആ സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവോടൊരു പ്രാർത്ഥന, അള്ളാഹുവോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രാർത്ഥന, പഠിച്ചോനെ ഇന്ന സംഗതി ഇന്ന കാര്യം സ്വർഗം രക്ഷപ്പെടുത്തണേ എന്നൊക്കെയുള്ള ആ പ്രാർത്ഥനയോട് കൂടി നമ്മൾ സംസം കുടിക്കുകയാണെങ്കിൽ അത് അതിൽ ഉപകാരപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു. അങ്ങനെ സംസം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം സംസം ഇതുപോലെ അവിടെ സുലഭമായിട്ടുണ്ടാവും. അവിടെ ഇന്നങ്ങനെ കുടിക്കാൻ മാത്രം നല്ല തണുപ്പിച്ച സംസം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇപ്പോൾ ഉംറ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഹ്റാം, രണ്ട് തവാഫ്, മൂന്നാമത്തെ സംഗതിയാണ് സഫാ മർവക്കിടയിൽ നടത്തം. സഫാ മർവക്കിടയിൽ നടത്തുന്ന സഫ എന്ന് പറയുന്നത് ഒരു കുന്നാണ്, മർവ എന്ന് പറയുന്നത് വേറൊരു കുന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള അകലെ ഏകദേശം 400 മീറ്റർ ഉണ്ട്. 400 മീറ്റർ മർവയിലേക്കും മർവയിൽ നിന്ന് 600 മീറ്റർ പിന്നെ സഫയിലേക്കും അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ഇതാണ് സഫാ മർവ എന്ന് പറഞ്ഞാൽ ഒരു 20 മീറ്റർ 20-40 മീറ്റർ വീതിയുള്ളതാണ് സഫാന്റെ ഇടം. ഇതില് നടക്കുകയാണ് ചെയ്യുക. ഇതിനെ നമ്മള് സഫാ മർവയുടെ സഅയ് എന്നാണ് പറയുന്നത്. അതാണ് മൂന്നാമത് ഉംറയിലെ മൂന്നാമത്തെ തവാഫിന്റെ കൂടെ സാധാരണ ഉണ്ടാകുന്ന ഉംറയിൽ ഉണ്ടാകുന്നത് ഇതാണ്. ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മള് തവാഫ് കഴിഞ്ഞ് നേരെ കയറി വരുന്നത് ഈ സഫാന്റെ അടുക്കിലേക്കാണ്. സഫന്റെ അടുക്കിലേക്ക് നമ്മൾ ആദ്യം പറയേണ്ടത്, സഫയുടെ ഭാഗത്തെത്തി ആദ്യം പറയുന്നത് ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. അതൊരു വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ സഫാ മർവക്കിടയിൽ നടത്തുന്ന പ്രാർത്ഥന. അത് നിങ്ങൾ ഹജ്ജിൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വ യുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഹദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു എന്നൊരു പ്രാർത്ഥന. ഇത് ഈ സന്ദർഭത്തിലല്ലാതെ വേറൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ പ്രാർത്ഥന ഇതിനു വേണ്ടി തന്നെ നമ്മൾ ഒന്ന് മനഃപ്പാടമാക്കി, നമ്മൾ ഹജ്ജിന് പോണ ആളുകൾ ഒന്ന് മനഃപ്പാടമാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത് എപ്പോഴും പ്രാർത്ഥിക്കുകയും നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥന അല്ലാത്തതുകൊണ്ട് അത് ചെയ്യേണ്ടത് നമ്മൾ സഫന്റെ അടുത്ത് നിന്നാൽ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ കഅബന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ കഅബ നമുക്ക് കാണും. കഅബനെ കാണുന്ന സമയത്ത് കൈ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഈ രീതിയിൽ പ്രാർത്ഥിക്കാം. ഇത് ഇഷ്ടമുള്ളത്ര അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അവരാണ് കഴിയും പോലെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സഫയിൽ നിന്ന് നേരെ ഇറങ്ങി മർവയിലേക്ക് വരിക. അപ്പോൾ സഫയിൽ നിന്ന് നേരെ മർവയിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇതാണ് ഈ ഭാഗത്താണ് മർവയാണ്. ആ ഭാഗത്ത് 400 മീറ്റർ ആണ് ദൂരം. ആ മർവയിലേക്ക് പോവുക. അവിടെ വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രാർത്ഥന നമുക്ക് അവിടെ വെച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന കൈ എത്തി നിന്നിട്ട് അവിടെ പ്രാർത്ഥിക്കാം. എന്നിട്ട് അപ്പോൾ സഫയിൽ മർവ എത്തിയാൽ 1 പ്രാവശ്യം, 7 പ്രാവശ്യമാണ് വേണ്ടത്. പിന്നെ മർവയിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സഫയിലേക്ക് വരിക. പിന്നെ വീണ്ടും മർവയിലേക്ക് പോകുക. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം നമ്മൾ മർവയിലെത്തും. അതോടുകൂടി സഫാ മർവക്കിടയിലുള്ള ഓട്ടമെന്നോ സഫാ മർവയിലുള്ള നടത്തം എന്നുള്ളതോ ഒക്കെ അവസാനിക്കും.
അതിൽ ഒരു സംഗതി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ സഫന്റെയും മറുപടിന്റെ ഇടയിൽ പച്ച ലൈറ്റ് ഇട്ടൊരു ഏരിയ, കുറച്ച് ദൂരം ആ ദൂരത്ത് ആ സ്ഥലത്ത് നമ്മളൊന്ന് ഓടണം. അത് പിന്നെ സാധാരണ ആളുകൾ പറയാം പെണ്ണുങ്ങൾക്ക് ഓടാൻ പാടില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഓടാൻ പാടില്ല യാതൊരു തെളിവുമില്ല. പക്ഷെ നാസറുദ്ദീൻ അൽബാരിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഇത് യഥാർത്ഥത്തിൽ ഇതൊരു പെണ്ണ് ഓടിയ കഥയാണ് നമുക്ക് ഇതിന്റെ ചരിത്രമായിട്ടുള്ളത്. ആജം അലൈഹിസ്സലാം വെള്ളത്തിന് വേണ്ടി ഒരു പുല്ലിന്റെ മുകളിൽ ഓടി താഴ്വരയിലൂടെ ഓടി ഇങ്ങനെ കയറിയ അതിനനുസ്മരിച്ചുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെണ്ണ് ഓടാൻ പാടില്ല എന്ന് പറയുന്നത് തെളിവൊന്നുമില്ല. പിന്നെ അത് പണ്ഡിതന്മാര് പെണ്ണിനെ പറ്റി പറയാൻ ഈ പെണ്ണ് ഓടാൻ പാടില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം എന്താ വെച്ചാല് ഈ ആണും പെണ്ണും പലപ്പോഴും പ്രായമായവരും അല്ലാതെ കൈ കോർത്ത് പിടിച്ചായിരിക്കും ഒരു സഭാമറവിൽ കൂടെ പോകാം. അപ്പൊ ആണിങ്ങനെ ഓടുകയും ചെയ്യും, പെണ്ണ് ഓടുകയില്ല. സംഗതി നമ്മളിങ്ങനെ സ്വപ്നത്തിലെ ഓടണോ വേണ്ടോ നീങ്ങൂല, ഇങ്ങനെ ചാടി കളിക്കണ പോലെ പെണ്ണിനെ നടത്തുന്നതിനനുസരിച്ച് നിൽക്കാൻ പറ്റും. അപ്പൊ അതൊരു പ്രയാസം, അനാവശ്യമായി നമ്മൾ ഉണ്ടാക്കുന്ന പ്രയാസം. പെണ്ണിനും കഴിയെങ്കിൽ പെണ്ണിനും ഓടാം, യാതൊരു വിരോധമില്ല. അതുങ്ങള് സ്ത്രീകളെ ആളുകൾക്ക് ഓടാൻ കഴിയുമ്പോൾ ഓടാൻ വലിയ ഓട്ടമൊന്നുമല്ല, സ്പീഡിലൊന്നങ്ങോട്ട് പിന്നെ ാണ് ഇതിന് പറയുന്നത്. സഹി എന്ന് പറഞ്ഞാല് ഓട്ടത്തിൽ വലിയ ഓട്ടത്തിൽ വെച്ചാല് ഇപ്പൊ വാപ്പാരെ കൂടെ ചെറിയ കുട്ടികൾ നടക്കുമ്പോണ്ടാവില്ല, ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ഓടുകയാണ് ആ സ്റ്റെപ്പ് പിന്നെ ഒപ്പിക്കാൻ വേണ്ടി. ആ ഓട്ടത്തിന് പറയുന്ന പേരാണ് സഹി എന്ന് പറയുന്നത്. അതാണ് ഉദാഹരണത്തിന് ഇബ്രാഹിം നബീനെ ഇസ്മായിൽ നബി അറക്കാൻ കൊണ്ട് പോയപ്പോ അതിനെ പറ്റി പറഞ്ഞത് ഖുർആൻ പറഞ്ഞ എന്താണ് സഹീന്റെ പ്രായമായപ്പോ അറക്കാൻ പറഞ്ഞത്. കുട്ടി അങ്ങനെ ഓടാൻ തുടങ്ങുന്ന പ്രായമായപ്പോൾ. അപ്പൊ അതിന് വിരോധമല്ല. ഈ പച്ച സ്ഥലത്തെത്തുമ്പോ ഒന്ന് ഓടണം, ആണിനും ഓടാം പെണ്ണിനും ഓടാം. ഇനിയിപ്പോ പിടിച്ചു വെച്ച് പെണ്ണിനെ ഓടാൻ കഴിയാത്തവരെ പിടിച്ചു വെച്ച് ഓട്ടൊന്നും വേണ്ട. അത് ഇതിനൊരു സുന്നത്തായ ഒരു കാര്യമാണ്. സാധിക്കുന്ന ആളുകളൊക്കെ ആ സ്ഥാനത്ത് ഓടുക. നമ്മൾ ഓടിയില്ലെങ്കിൽ ഒപ്പമുള്ള ആളുകൾ മാറ്റി ഓടുക നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഈ ഒരു മനപ്രയാസം വേണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ പെണ്ണുങ്ങൾ ഓടിയ നേരത്തെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. യാതൊരു പ്രശ്നം അതുകൊണ്ടില്ല. അന്നാലും ഒരു പെണ്ണുങ്ങൾ ഓടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെയുള്ള മറ്റൊരു തെറ്റിദ്ധാരണ പെണ്ണുങ്ങളെ തെളിയെ തുറക്കെല്ലാം പാടില്ല എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അതും തെളിവില്ലാത്തൊരു സംഗതിയാണ്, യാതൊരു തെളിവില്ല. മാത്രമല്ല പെണ്ണുങ്ങൾ ഉറക്ക ചെല്ലിയതിന്റെ തെളിവുണ്ട്. സ്ത്രീകൾക്കോ ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഇഹ്റാമിന് ചെയ്തിട്ട് ഇഹ്റാം ചെയ്തിട്ട് മക്കയിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോ അവിടെ ടെന്റിൽ താമസിക്കുന്ന സഹാബിമാരുടെ മുആവിയ റളിയല്ലാഹു അൻഹു ടെന്റിൽ താമസിക്കുന്ന തൊട്ട കൂട്ടുകാരി വെച്ചു, എന്താ പേര ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നു, തെൽബിയത്തിന്റെ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നു, ഹജ്ജ് കഴിഞ്ഞിട്ട് ആരായി തെൽബിയത്തിൽ ചെല്ലി വരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോ ടെന്റിൽ നിൽക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹയെ കേൾക്കുന്ന രീതിയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ തെൽബിയത്തിൽ ചെല്ലിക്കൊണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആള് പറഞ്ഞു അത് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷക്ക് ഉംറ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ സഹോദരന്റെ കൂടെ പോയിട്ട് അവര് ഈ തെൽബിയത്തിൽ ചെല്ലിക്കൊണ്ട് ഉംറ ചെയ്യാൻ വരികയാണെന്ന് മുആവിയ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം പെണ്ണിന് തെൽബിയത്ത് ഉറക്കം ചെല്ലിനോട് യാതൊരു വിരോധമില്ല, അതിനൊന്നും ആ ഒരു വ്യത്യാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പാടില്ല എന്ന് വിചാരിക്കണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കേണ്ടില്ല, അതൊന്നും ഒരു തെളിവുള്ള സംഗതിയല്ല. ഏതായാലും ഈ സഫാ മർവക്കടയിലുള്ള ഓട്ടം, ആ ഓട്ടത്തിൽ ശ്രദ്ധിക്കാനുള്ള സംഗതിയുള്ളൂ. ഒന്ന് 7 പ്രാവശ്യം വേണം. സഫന്റെ മുകളിൽ വെച്ചു, മറുവന്റെ മുകളിൽ വെച്ചു, കൈ ഉയർത്തിക്കൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. പിന്നെ സഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുമ്പോഴും മറുവയിൽ നിന്ന് സഫയിലേക്ക് നടക്കുമ്പോഴൊക്കെ നമ്മൾ തല താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ദിക്റും ദുആയൊക്കെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുക. അവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അവസാനം 7ാമത്തെ പ്രാവശ്യം നമ്മൾ മറുവയിലെത്തും. മറുവയിലെത്തുന്നതോടുകൂടി സഫാ മറുവക്കിടയിലുള്ള നടത്തം അല്ലെങ്കിൽ സഹി അത് അവസാനിക്കും. അതോടുകൂടി ഉംറന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഉംറന്റെ കർമ്മങ്ങൾ 4 മാത്രമാണ് ഉള്ളത്. ഒന്ന്
മുടിയെടുക്കലേ ഈ ബാക്കിയുള്ളൂ. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഫാ മർവക്കിടയിൽ ഒരു നടത്തം, പിന്നെ 4ാമത്തത് ഈ പറഞ്ഞ മുടി എടുക്കുക എന്നുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടിയുടെ തലപ്പത്തിൽ നിന്ന് ഒരു കിട്ടിയാൽ മതി, അതോടുകൂടി അവരെ പരിപാടി കഴിഞ്ഞു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനും ഉംറക്കും പോകുന്ന പുരുഷന്മാരാണെങ്കിൽ ഉംറന്റെ സന്ദർഭത്തിൽ ചെറുതാക്കി കുട്ടികളായിരിക്കും നല്ലത്. എന്നാൽ ഹജ്ജിന്റെ സമയത്ത് ശരിക്കും മുണ്ടനം ചെയ്യാൻ പറ്റുള്ളൂ. സഹാബാക്കളിൽ പല ആളുകളും ഉംറക്കും ഹജ്ജിനും പോകുന്ന സന്ദർഭത്തിൽ ചെറുതാക്കിയിട്ടാണ് അവര് മുടി വെട്ടിയിരുന്നത്. ഉംറയ്ക്ക് ഒരുമിച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ ചെറുതാക്കിയാണ് ചെയ്തിരുന്നത്. കാരണം ഹജ്ജിന്റെ സമയത്ത് അവർക്ക് അത് ശരിക്കും മുണ്ടനം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറുതാക്കി മെഷീൻ വെച്ചാൽ മതി എന്നാണ് ആളുകൾ മെഷീൻ വെച്ചാൽ മതി. പിന്നെ അങ്ങനെ മുടി എടുക്കുന്നതോടുകൂടി ഉംറ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെന്ന് ആദ്യം തന്നെ മക്കയിലെത്തി ആദ്യത്തെ ആ ദിവസത്തിൽ തന്നെ നിർവഹിക്കുന്ന സംഗതിയാണ് ഈ പറഞ്ഞ കർമ്മങ്ങൾ. ഉംറ നിർവഹിച്ചു. ഇനി നമ്മൾ ബാക്കിയുള്ള ദിവസം ഇനി ഹജ്ജിന്റെ അന്നേ നമ്മൾക്ക് ഈ പ്രധാനപ്പെട്ട കർമ്മം വരുന്നുള്ളൂ. അത് ദുൽഹിജ്ജ 8-നാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് പോകുന്നത് ഇപ്പൊ മെയ് മാസം 12-നോ മറ്റേ സർക്കാരിന്റെ കൂടെ മെയ് 10-നാണ് സർക്കാരിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജ എന്താണ് ഒരു മാസം 5-നോ മറ്റാണ് ദുൽഹിജ്ജ 8 വരെ. ഏകദേശം 10-25 ദിവസം 10-24 ദിവസം നമ്മുടെ ഈ ഹജ്ജിന്റെ ഇടയിൽ ഉംറന്റെ ഇടയിൽ നമ്മൾക്ക് സമയമുണ്ട്. ആ സമയം നമ്മൾ സാധാരണ പോലെ ജീവിക്കാവുന്നതാണ്. സാധാരണ പോലെ ഇഹ്റാമിൽ ബന്ധാമിൽ നമുക്ക് ജീവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ തവക്കുൽ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ജീവിക്കുന്ന സമയം നമ്മൾ എന്തായിരിക്കും? ആ സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾ മസ്ജിദിൽ പോയുള്ള നിസ്കാരം, ജമാഅത്ത് ഇതിന്റെ സംഗതികളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാക്സിമം നമ്മൾ പരലോകത്തേക്ക് വേണ്ടിയുള്ള മുതൽമുടക്ക് നമ്മൾ അതിനൊക്കെയുള്ള എന്താണ് ബാധ്യത വഹിക്കുക. അങ്ങനെ എല്ലാ ജമാഅത്തും നഷ്ടപ്പെടാതെ മസ്ജിദുകാർക്ക് സ്നേഹിക്കാൻ നോക്കുക. പ്രാർത്ഥനാരായണം ഇതിന്റെ സംഗതികളൊക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോകുന്ന സ്ത്രീകളെയൊന്നും പല മുസ്ലിയാക്കന്മാരും മസ്ജിദുകാർക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് ഊന്നിയിരുത്തലാണ്. നമ്മൾക്ക് അവിടെ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് അവരെങ്ങനെ അവിടെ കഴിച്ചിട്ടാണ് ചെയ്യാന്നുള്ളതാണ്. അതൊക്കെ വളരെ ഒരു അക്രമമായതാണ്. സ്ത്രീകൾ അങ്ങനെ നമ്മൾ വേർതിരിച്ചുകൊണ്ടൊന്നും പരിശുദ്ധ ഇസ്ലാമിനെ പറ്റി യാതൊന്നും അവർ ചെയ്തിട്ടില്ല. അവരൊക്കെ പള്ളിയിൽ കഴിഞ്ഞോളം വരിക. ദൂരെ താമസിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നാൽ നേരത്തെ തന്നെ വന്ന് പള്ളിയിൽ വെച്ച് നല്ല തിരക്കൊക്കെ ഉണ്ടാവും. ഈ ദിവസം നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഹജ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ സ്ഥിതിയാണ്. അപ്പോൾ ഉമ്മ നമ്മൾ കഴിഞ്ഞു. ഇനി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹജ്ജ് ആരംഭിക്കുന്നത് ദുൽഹിജ്ജ 8-നാണ്. ദുൽഹിജ്ജ 8-നാണ് ഹജ്ജ് ആരംഭിക്കുക. അപ്പൊ ഒന്നാമത് ചെയ്യേണ്ടത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇഹ്റാമിലേക്ക് പോകണം. ഒന്നാമത്തെ ഇഹ്റാം നമ്മൾ ഉംറ ചെയ്തു കഴിഞ്ഞു, അവസാനിപ്പിച്ചു, നമ്മളത് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ഇഹ്റാമാണ് അത് നമ്മൾ ഹജ്ജിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് എവിടുന്നാണ് ചെയ്യേണ്ടത്? ഉംറന്റെ ഇഹ്റാം നമ്മുടെ മീഖാത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. മീഖാത്തിൽ നിശ്ചയിച്ച സ്ഥലത്ത് വെച്ചാണ്. അത് മക്കയിൽ ഏകദേശം ഒരു 80-90 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ശരിക്കുള്ള മീഖാത്ത്. നമ്മൾ അതിന്റെ അപ്പുറത്തുനിന്ന് ഏകദേശം ആ ലെവലിൽ ആകാശത്തെ എത്തിയപ്പോഴാണ് ചെയ്തത്. ഇപ്പൊ ഹജ്ജിന് ഇഹ്റാം ചെയ്തത് അവനാന്റെ റൂമിൽ വെച്ച് എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ ഇഹ്റാം ചെയ്താൽ മതി. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ആ പറഞ്ഞ പോലെ സാധിക്കുന്ന ആളുകൾ കുളിക്കുക. പിന്നെ എന്താണ് ഇഹ്റാമിന്റെ മുമ്പായിട്ട് ശരീരത്തിൽ നമുക്ക് പിന്നെ സുഗന്ധം പൂശണമെങ്കിൽ പൂശാൻ വിരോധമല്ല. ഇഹ്റാമിന്റെ മുമ്പ് അതുപോലെ നമുക്ക് താടി വെട്ടി മാറ്റേണ്ടത്, വീശ വെട്ടേണ്ടത്, അല്ലെങ്കിൽ നഖം വെട്ടേണ്ടത്, ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ട നിർബന്ധമായി വൃത്തിയാക്കേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ദുൽഹിജ്ജ 8-ന്റെ മുമ്പ് നമ്മൾ ആ സംഗതികളൊക്കെ ചെയ്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുക. ദുൽഹിജ്ജ 8-ന് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക. ഹജ്ജിന്റെ ഇഹ്റാം അതാണ് നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാമിലാണ് നമ്മൾ പോകുന്നത്. അത് ദുൽഹിജ്ജ 8-നാണ്. ഇഹ്റാമിൽ പ്രവേശിച്ച് റൂമിൽ നിന്ന് ഇഹ്റാം പ്രവേശിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ മിന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ദുൽഹിജ്ജ 8-ന് നമ്മൾ പറഞ്ഞ ഹജ്ജ് പറഞ്ഞത് 8, 9, 10, 11, 12, 13 ഈ 6 ദിവസം നടക്കുന്ന ഒരു
ആരാധനാ കർമ്മമാണ്. അതിൽ ഒന്നാമത്തെ ദിവസമായ ദുൽഹജ്ജ് 8. ദുൽഹജ്ജ് 8-ന് നമ്മൾ ഇഹ്റാം ചെയ്തതിന് ശേഷം നമ്മൾ മിനയിലേക്ക് പോകണം. മിന എന്ന് പറഞ്ഞാൽ മക്കയിൽ ഒരു 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്കുള്ള ടെൻറ്റും കാര്യം ഒരുക്കിയിട്ടുണ്ടാവും. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് ചിലപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ആണ് അങ്ങോട്ട് പോയിരുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ പോകാൻ സർക്കാർ പറയും, വിരോധമില്ല, ഇതൊക്കെ പോകാം, വിരോധമില്ല, ആ രീതി നമുക്കത് ചെയ്യാം. അങ്ങനെ മിനയിലെത്തിയപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ള സംഗതി? ദുൽഹജ്ജ് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഒന്നുമില്ല, പ്രത്യേകമായ യാതൊരു കർമ്മമില്ല. 5 നേരം നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം. അപ്പോൾ അതിന് ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ 4 റക്അത്തുള്ള നിസ്കാരത്തിന് 2 റക്അത്ത് നിസ്കരിച്ചാൽ വേറെ ഒരു മാറ്റമില്ല. ഒക്കെ അതിൻ്റെ സമയത്ത് തന്നെ നിർമ്മിക്കണം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കും, നമ്മുടെ വിലയിലെത്തി എങ്കിൽ നമ്മുടെ വിലയിൽ വെച്ച് 2 റക്അത്ത് അസറിന്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാം, മഗ്രിബ് അതിന്റെ സമയത്ത് നിസ്കരിക്കാം, ഇശ 2 റക്അത്ത് അതിന്റെ സമയത്ത് നിസ്കരിക്കാം. അങ്ങനെ പിറ്റേന്നത്തെ ദുൽഹജ്ജ് 9-ന്റെ സുബഹിയും മിനയിൽ വെച്ച് തന്നെ നിസ്കരിക്കുക. അതാണ് നമ്മളെ ദുൽഹജ്ജ് 8-ന് നമ്മൾ ചെയ്യാറുള്ള പണി. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി സമയം എന്താ ചെയ്യുക? ബാക്കി സമയം നമ്മൾ ടെൻറ്റിലായിരിക്കും. ആ ടെൻറ്റിൽ നമ്മളോട് എത്തിയ ദിവസമാണെന്ന്. അപ്പോൾ എത്തിയ ദിവസം കൊണ്ട് ഒരുക്കങ്ങളും സംഗതികളൊക്കെ നമുക്ക് ഉണ്ടാവും. നമ്മളുടെ ഇനി കുറേ ദിവസം, ഒരു 5-6 ദിവസം അവിടെയാണ് താമസിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഈ ഒരുക്കവും കാര്യങ്ങളും ഒക്കെ ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തുന്നുണ്ടാവും. പിന്നെ അവിടെ നമുക്ക് ഖുർആൻ പാരായണം നടത്താം. അവിടെ പല ക്ലാസ്സുകളും അതൊക്കെ അറ്റൻഡ് ചെയ്യാം. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, മോശമല്ല പാടില്ലാത്ത സംഗതികളെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ആ ടെൻറ്റിൽ ഏർപ്പെടാം. കുറേ ആളുകളെ നല്ല നിലക്ക് വർദ്ധിക്കാം, അവരെ പരിചയപ്പെടാം. അങ്ങനെ കുറേ സംഗതികളുണ്ട്. അവരായിട്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊന്നും ദുൽഹജ്ജ് 8-ന് നമുക്ക് ചെയ്യാനുള്ള വെറും സമയത്തുള്ള നിസ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 9 എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മൾ അറഫയിൽ പോണ ദിവസമാണ്. അപ്പൊ ദുൽഹജ്ജ് 9-ന് നമ്മൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം, റസൂലുള്ളാഹി പോയതാണ് ഞാൻ പറഞ്ഞത്, സുബഹി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുന്നു. അറഫ എന്ന് പറഞ്ഞാൽ മിനയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ദൂരത്തുള്ള വേറൊരു സ്ഥലമാണ്. അവിടെയൊന്നും ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞ മൈതാനം പോലത്തെ സ്ഥലമാണ്. സർക്കാർ ഉണ്ടാക്കിയ കുറേ വീടും ടെൻറ്റൊക്കെ എന്തേ ഉള്ളൂ. ബാക്കി കഴിഞ്ഞാൽ ഒഴിഞ്ഞ കുറേ സ്ഥലമാണ്. ഇപ്പോൾ അവിടെ നല്ല റോഡുണ്ട്, റെയിൽപാളുണ്ട്, സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ധാരാളമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ അറഫ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ദുൽഹജ്ജ് 9-ന് നമ്മൾ മിനയിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം സുബഹി നിസ്കരിച്ച് സൂര്യനെ കുതിച്ചതിന് ശേഷമാണ് പോകേണ്ടത്. ശരിക്കും അത് ചിലപ്പോൾ നേരത്തെ പോകാൻ നമുക്ക് ഓർഡർ അങ്ങനെ ചെയ്യാം. ശരിക്കും 7 കിലോമീറ്റർ നടക്കും. ആരോഗ്യമുള്ള ആളുകൾക്ക് നടന്ന് നേരെ പോകാവുന്നതേ ഉള്ളൂ. നടന്നു പോകാൻ നല്ല സുന്ദരമായ വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ അങ്ങനെ നടന്നു പോയാൽ ഒരു അധികം താമസിക്കാതെ വളരെ കൂട്ടമായി തെൽബിയത്ത് ചൊല്ലി അങ്ങനെ പോവാ. ഇപ്പൊക്കെ തെൽബിയത്ത് ചെല്ലണം. നമ്മൾ പിന്നെ ഇഹ്റാമ പ്രവേശനം മുതൽ തെൽബിയത്ത് ആരംഭിക്കും. മിനയിലൊക്കെ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടുന്ന് അറഫയിലേക്ക് പോകുന്നത് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അറഫയ്ക്ക് അങ്ങനെ ഇതൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. ഇതൊക്കെ അറഫിന്റെ ഭാഗമാണ്. അറഫയിലെ ഈ പിന്നെ പള്ളിയാണ്. ഇവിടെ വെച്ചാണ് പ്രസംഗം ഉണ്ടാകുന്നത്. ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ കുറേ മരങ്ങളും മറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് സൗകര്യങ്ങളുണ്ട്. പിന്നെ ടെൻറ്റുകളുണ്ട്, പല സൗകര്യങ്ങളൊക്കെ അവിടെ ചൂട് ഇല്ലാതിരിക്കാനുള്ള സൗകര്യങ്ങൾ കുറേ അവിടെ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഒരുപാട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ സുബഹി നമസ്കരിച്ച് സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയിലേക്ക് പോകുന്നു. അറഫയിലേക്ക് ഏകദേശം അപ്പോൾ നമ്മൾ മുഹ്‌റിസ്കാരൊക്കെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവുമ്പോഴേക്ക് നമ്മൾ അറഫയിലെത്തും. നടന്നു പോകുമ്പോൾ വഴിയിൽ ധാരാളം വെള്ളവും ഫ്രൂട്ട്സും ഇങ്ങനെ സംഗതികളൊക്കെ ഞാൻ നടന്നു പോയതാണ് മുമ്പാണെങ്കിലും. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ടോയ്ലറ്റ് സൗകര്യങ്ങൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ ആരോഗ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പിന്നെ ട്രെയിൻ സൗകര്യം ഉണ്ട്. ഇവിടെ മെട്രോ ജാതികളൊക്കെ ഉണ്ട്. പിന്നെ
വാഹനമുണ്ട്, വാഹനം ചിലപ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ടായിരിക്കും പോകും. ഏതായാലും ആ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഏകദേശം 10 മണിക്കോ അതല്ലെങ്കിൽ എപ്പോഴോ നമ്മൾ അറഫയിലെത്തിയാൽ നമുക്ക് ചെയ്യാം. അതാണ് ഇതിൻ്റെ 9. അറഫയിലെത്തിയാൽ നമുക്ക് ചെയ്യാനുള്ള സംഗതി ളുഹുറും അസറും ഒരുമിച്ച് നിസ്കരിക്കുക എന്നുള്ളത്. ളുഹുറും അസറും ഒരുമിച്ച് നിസ്കരിക്കുക, 2 റക്അത്ത് വീതം നിസ്കരിക്കുക. ളുഹുർ നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും കൊടുക്കുക, അസർ നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് മാത്രം കൊടുക്കുക. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ള സംഗതി അതാണ്. പിന്നെ എന്തുണ്ടാവും, ഈ നബിറ പള്ളിയിലെ അറഫ പ്രസംഗം നടക്കും. ഈ അറഫയിലുള്ള ഈ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് പിന്നെ നേരെ വന്നിട്ട് ഇവിടെ ഈ സ്ഥലത്തെത്തി, പള്ളിയൊന്നുമല്ലല്ലോ, ഈ സ്ഥലത്തെത്തി അവിടെ ടെന്റ് ഉണ്ടായിരുന്നു. ആ ടെന്റിന്റെ അവിടെ നബി അവിടെ കൂടി. എന്നിട്ട് ഉച്ച ആയപ്പോൾ നബിറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് മാറി പോയിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ച് അവിടെ ളുഹുർ നിസ്കാരം അസർ നിസ്കാരം നിസ്കരിച്ച് പ്രസംഗിച്ച് പിന്നെ മഗ്രിബ് വരെ ഈ അറഫയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഫുൾ ടൈം മഗ്രിബ് വരെ പ്രാർത്ഥന. അത് കുറച്ച് സമയമൊന്നുമല്ല. ളുഹുർ നിസ്കരിച്ച് കഴിഞ്ഞാൽ മഗ്രിബ് വരെ എന്ന് പറഞ്ഞാൽ കുറേ സമയമുണ്ട്. ആ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക. കൈ ഉയർത്തി കൈയോടൊപ്പം പ്രാർത്ഥിക്കുക. നബി കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക ചെയ്തിരുന്നത്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ഒട്ടകത്തിന് പുറത്തിരുന്ന് കുറേ ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒട്ടകത്തെ കളിക്കുന്ന വടി നിലത്ത് വീണു. നിലത്ത് വീണപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വടി എടുക്കാൻ ഒരു കൈ കൊണ്ട് വടി എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും മറ്റേ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നു. ആ രീതിയിൽ കൈ ഉയർത്തി മനമുരുകി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാ കഴിഞ്ഞ കാലവും അലിഞ്ഞു പോകേണ്ടത്. ആ പ്രാർത്ഥനയിലാണ് അതിൽ അലിഞ്ഞു പോകും. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് അറഫാ ദിനത്തിലാണ്. അതിൻ്റെ അർത്ഥം ധാരാളം നരകത്തിൽ പോകാൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ നരകത്തിലേക്ക് പോകാവുന്ന ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാരാണ് അവിടെ വരുന്നവരിൽ പല ആളുകളാണ്. കാരണം ഇവരൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ പ്രാർത്ഥനയിലൂടെ അറഫാ ദിനത്തിലാണ്. അപ്പൊ കഴിഞ്ഞ കാലത്ത് ഒരുപാട് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് നരകാവകാശികളാകാൻ നിമിത്തമാകുന്ന ഒരുപാട് പാപങ്ങൾ ചെയ്ത വലിയ ഒരു ജനസഞ്ചയമാണ് അറഫയിൽ എത്തുന്നത്. എന്നിട്ട് അവരവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഏറ്റവും കൂടുതൽ മനുഷ്യന്മാര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് അറഫാ ദിനത്തിലായിരിക്കുന്ന. അങ്ങനെയാണ്. അവിടെയാണ് ഉമ്മ പ്രസവിച്ച മകനെ പോലെ, ഇന്ന് പ്രസവിച്ച കുട്ടിനെ പോലെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയും, വേണമെങ്കിൽ നമുക്ക് കഴിയും. ആ രീതിയിൽ അള്ളാഹിന്റെ തൗഫീഖും അള്ളാഹുവിൻ്റെ വിശ്വാസവും അള്ളാഹുവിനോട് മനമൊരുങ്ങി നമുക്ക് പറയാനുള്ള സംഗതികൾ മുഴുവൻ പറഞ്ഞ് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക. എത്ര വരെ മഗ്രിബ് ബാങ്ക് കൊടുക്കണത് അതുവരെ ഈ സമയം വേറെ ഒരു പരിപാടി ഉണ്ട്. ഇതാണ് ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറഞ്ഞത് ഈ അറഫയാണ്. അൽ ഹജ്ജ് അറഫ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അവിടെ ആ ഹജ്ജിന്റെ അറഫായി എല്ലാവരും ഒരുമിച്ച് കൂട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുറൈശികൾ അറഫയ്ക്ക് വരില്ല. അവരുടെ ഞങ്ങൾക്ക് അറഫയ്ക്ക് വരാൻ ഞങ്ങൾ ഖുറൈശികളാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഖുറൈശികളാണ്, ഞങ്ങൾക്ക് അറഫയ്ക്ക് വരാനുള്ള ആവശ്യമില്ല. അറഫ എന്നുള്ളത് ഹറമിന്റെ പുറത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഹറമിന്റെ പുറത്തുള്ള സ്ഥലത്ത് ഞങ്ങൾ പോകേണ്ടിയില്ല, ഞങ്ങൾ ഇവിടെ നിന്നാൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇസ്ലാം പറഞ്ഞ ആരും വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസമില്ല. എല്ലാ ഹജ്ജിന് പോകുന്ന ആളുകളും അറഫയിൽ വന്നോളണം. എന്നിട്ട് അറഫയിൽ നിന്ന് അവര് പ്രാർത്ഥിച്ചോളണം. ആ അറഫയിലുള്ള പ്രാർത്ഥനയിൽ ആകെ റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന തന്നിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്ക് അറിയുന്ന പ്രാർത്ഥന തന്നെ. ഉദുർത്തിയതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറഫാ ദിനത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ മഗ്രിബ് വരെ നമ്മളവിടെ പ്രാർത്ഥനാനിരതരായിക്കൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി ഞാൻ നിസ്കരിക്കാൻ പാടില്ല. മഗ്രിബ് ബാങ്ക് ആയാൽ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചാൽ നമ്മൾ മടങ്ങി. ഇവരെ നമ്മൾ അങ്ങോട്ട് പോയതാണല്ലോ, മിനയിലെ 9 കിലോമീറ്റർ അപ്പുറത്ത് പോകണല്ലോ. ഇത് നമ്മളൊന്ന് മടങ്ങി മിനയിലേക്ക് തന്നെ വരികയാണ്. അതേ റൂട്ടിൽ നമ്മൾ മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ മുസ്ദലിഫ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്.
മുസ്ദലിഫ എന്ന സ്ഥലത്ത് അതാണ് ദുൽഹിജ്ജ 9 മഗ്‌രിബിന് ശേഷം നമ്മൾ മുസ്ദലിഫയിലെത്തും. മുസ്ദലിഫയിലെത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വളരെ ക്ഷീണിച്ചു, നമ്മൾ ക്ഷീണം ബാധിച്ചവരായിരിക്കും നമ്മൾ മുസ്ദലിഫ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മുസ്ദലിഫയിലെത്തി മഗ്‌രിബും ഇശയും ഒരുമിച്ചാണ് നിസ്കരിച്ചു. പിന്നെ അവിടെ ഇന്ന് പ്രാർത്ഥിക്കാനും ഇല്ല. മുസ്ദലിഫയിലെ ഭാഗത്തുണ്ട്. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ മുസ്ദലിഫ എന്നുള്ളത് ഈ പിന്നെ മിനിയോട് തൊട്ടടുത്ത് അറഫന്റെ അടിയിലൊരു ഈ വലിയ മൈതാനാണ്. ആ മൈതാനം എന്ന് പറഞ്ഞാൽ ചരൽ കൂടിയുള്ള മൈതാനത്ത് കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഓരോ എല്ലാ മനുഷ്യന്മാരും അറബിയെ നോക്കിയിട്ട് അവിടെ മുസ്ദലിഫ ആ ഭാഗത്താണ് നമ്മളതിന് പറയാം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് അറഫയിൽ നിന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാതെ മടങ്ങി മുസ്ദലിഫയിൽ എത്തുക. മുസ്ദലിഫയിൽ എത്തിയിട്ട് നമ്മൾ അവിടെ ഇവിടെ തന്നെ അവിടെ ടോയ്ലറ്റ് സൗകര്യം തൊട്ടിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ ചെയ്ത് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച് ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണത്തിന് എല്ലാ വാങ്ങാനുള്ള സൗകര്യം ഒക്കെ അവിടെ ഉണ്ടാവും. ആ സ്ഥലത്തിന് അതൊക്കെ ഭക്ഷണം എന്തെങ്കിലും കുറച്ച് ഭക്ഷണം പെട്ടെന്ന് കഴിച്ച് പിന്നെ അവിടെ അന്ന് രാത്രി ഇരുന്ന് അവിടെ കിടന്ന് പിന്നെ പരിപാടി ഒന്നും അവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം എന്താ വെച്ചാല് ഈ കിടന്നു പറഞ്ഞ റോഡിന്റെ ഒക്കെ സൈഡിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മള് റോഡിലേക്ക് കിടത്തം വരുന്നത് സൂക്ഷിക്കണം. കാരണം റോഡിലേക്ക് കിടന്നാൽ വാഹനം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അറിയാതെ നമ്മളെ കാലിന്റെ മുകളിലൂടെയൊക്കെ വാഹനം പോകും. എന്റെ നാട്ടില് തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരാൾ ഹജ്ജിന് പോയിട്ട് അയാളുടെ കാലിന്റെ മുകളിലൂടെ വാഹനം പോയി കാല് മുട്ടിട്ടാണ് ഹജ്ജിന് കഴിഞ്ഞ അയാൾ വന്നത്. അത് അയാൾ റോഡിൽ കിടന്നതാണ്. അതിനെ എവിടെയാണെന്നില്ല എന്തോരം ആൾക്കാർ മൈതാനത്ത് മാറ്റാൻ കിടക്കാണത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് അവിടെ കിടക്കും. അങ്ങനെ മുസ്ദലിഫ അതാണ് ദുൽഹിജ്ജ 9 കഴിഞ്ഞു. ദുൽഹിജ്ജ 9 എന്തേ ഉള്ളൂ. ദുൽഹിജ്ജ 9 അറഫയിൽ വന്ന് ദുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കുക, മഗ്‌രിബ് വരെ ഇരുന്ന് പ്രാർത്ഥിക്കുക, പിന്നെ മടങ്ങുക. മടങ്ങിയിട്ട് രാത്രി പിന്നെ ഇശയും മഗ്‌രിബും ഒരുമിച്ച് മുസ്ദലിഫയിൽ വെച്ച് നിസ്കരിക്കുക. അറഫയിൽ മടങ്ങിയിട്ട് മുസ്ദലിഫയിൽ വെച്ച് ഇശയും മഗ്‌രിബും ഒരുമിച്ച് നിസ്കരിക്കുക. അവിടെ കിടന്നു. അവിടെ കിടന്ന് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടെ കിടന്ന് നമുക്ക് ഉറങ്ങുക. അങ്ങനെ ഉറങ്ങി കഴിയുമ്പോൾ പിറ്റേ ദിവസം ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ 10 നമുക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷം ആവശ്യമുള്ള ദിവസം. അതാണ് അതിനാണ് നമുക്ക് കൂടുതൽ അമലിന് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ദുൽഹിജ്ജ 10 നേരത്തെ നമുക്ക് നേരത്തെ വേഗം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ദുൽഹിജ്ജ 10 നമുക്ക് ക്ഷീണം ഉണ്ടാവും. നേരെ കുറച്ച് ഉറങ്ങിയാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല. ദുൽഹിജ്ജ 10 നമുക്ക് കുറച്ച് പണിയുണ്ട്. അതാണ് ഹജ്ജിലെ ഏറ്റവും കൂടുതൽ അമൽ കർമ്മങ്ങൾ വരുന്നത്. അത് ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ 10 സുബഹി നിസ്കരിക്കുക. അത് മുസ്ദലിഫയിൽ വെച്ചാണ് നമ്മൾ സുബഹി നിസ്കരിക്കുക. സുബഹി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ അവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ പുറപ്പെടും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ പുറപ്പെടും. പക്ഷേ സുബഹി നിസ്കരിച്ച് ആകാശം ഇങ്ങനെ മഞ്ഞ ആകുക, അങ്ങനെ സുഹൃത പോകാൻ അങ്ങനെയാണ്. നമ്മൾക്ക് പല തടസ്സങ്ങളുണ്ടാവും. അവിടെ നിൽക്കാനും ആളും ജനക്കൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മശ്അറുൽ ഹറാം എന്നാണ് സൂറത്ത് ബഖറയിൽ ആ മുസ്ദലിഫയെ വിശേഷിപ്പിക്കുന്നത്. മശ്അറുൽ ഹറാം, മശ്അറുൽ ഹറാമിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ പറ്റും. 188 ആയത്തിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ മുസ്ദലിഫയാണ് മശ്അറുൽ ഹറാം. മുസ്ദലിഫയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഏതുവരെ പ്രാർത്ഥിക്കുക? നമ്മൾ സുബൈന്റെ വേണ്ടി നിസ്കരിക്കുക. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ പുറപ്പെടും. അതാണ് ഹജ്ജിലെ ഏറ്റവും വലിയ എന്താണ് ആൾക്കൂട്ടത്തിന്റെ പ്രയാണം. മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ നേരെ മിനയിലേക്ക് വരികയാണ്. 2 കിലോമീറ്റർ ദൂരമുള്ളൂ. അധികം ആളുകളൊക്കെ നടക്കുകയാണ് ചെയ്യാൻ. അവിടെ മിനയിലേക്ക് വരുന്നത് നമ്മൾ അവിടെ കല്ലെറിയാനുള്ള 3 സ്ഥലങ്ങളുണ്ട്. ജംറ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒരു സ്ഥലം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഒരു സ്ഥലം, മൂന്നാമത്തെ സ്ഥലം അതാണ് പിന്നെ നമുക്ക് ദുൽഹിജ്ജ 9 കല്ലെറിയുന്ന സ്ഥലം. ജംറത്തുൽ അഖബ മൂന്നാമത്തെ കല്ലെറിയുന്ന സ്ഥലം. ആദ്യത്തെ നമ്മൾ പാസ് ചെയ്യും, രണ്ടാമത്തെ പാസ് ചെയ്യും, മൂന്നാമത്തെ അവിടെ നമ്മൾ കല്ലെറിയും. അപ്പോൾ ഈ കല്ല് നമുക്ക് വഴിയിൽ നിന്ന് എടുത്താലും മതി.
നമുക്ക് പ്രധാനമായിട്ട് വഴിയൊക്കെ കിട്ടും. ഉദ്ധരിക്കുന്ന വഴി തൊട്ട് എടുക്കാൻ തീർക്കാം. വഴിയിലൊക്കെ ചെറിയ സർക്കാർ നിലയിൽ പല സംവിധാനങ്ങളും ചെറിയ ചെറിയ കല്ലുകളാണ്. വളരെ വളരെ ചെറിയ വയറുപണി പോലുള്ള ചെറിയ കല്ലുകളല്ല, വലിയ കല്ലുകളൊന്നല്ല. അതെടുത്ത് അത് നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് 7 കല്ലുകൾ മാത്രമേ. ഇന്ന് ആവശ്യമുള്ളത് 7 കല്ലുകൾ. ആ 7 കല്ലുകൾ നമ്മൾ ഈ പറഞ്ഞ ജബറത്തുൽ അഖബയിലാണ്. അവിടെ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എടുക്കാം. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്പൊ നമ്മള് ദുൽഹിജ്ജ 10-ന് സുബൈസ് കയറ്റി കുറച്ചേരം പ്രാർത്ഥിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്നു. ആദ്യം നമ്മൾ മിനയിലൂടെയാണ് നമുക്ക് മക്കത്തേക്ക് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് മിനയിലെത്തി ഒന്നാമത്തെ കല്ല് എറിഞ്ഞോടത്ത് ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല, രണ്ടാമത്തെ കല്ലെറിനോടത്തും ഒന്നും ചെയ്യേണ്ടതില്ല, മൂന്നാമത്തെ കല്ലെറിയുന്ന സ്ഥലത്ത് നമ്മൾ 7 കല്ലുകൊണ്ട് കല്ലെറിയും. അതാണ് ദുൽഹിജ്ജ 9-ലെ ഒന്നാമത്തെ കർമ്മ. അതാണ് ദുൽഹിജ്ജ 10-ലെ ഒന്നാമത്തെ കർമ്മ. അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് മുടിയെടുക്കാം, അല്ലെങ്കിൽ മുടിയെടുക്കാം, അല്ലെങ്കിൽ പിന്നെ അറവെടുത്താണെങ്കിൽ ഓർഡർ വെച്ച് നോക്കുമ്പോൾ അറവെടുത്താൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറക്കുകയാണ് ചെയ്തത്. അത് മിനയിൽ തന്നെ വേറൊരു ഏരിയ ഉണ്ട്. നമ്മളെ പണ്ടൊക്കെ പറയുന്നത് കുവൈറ്റ് പള്ളിന്റെ ഏരിയ ആണ്. അവിടെ പോയിട്ട് സ്വന്തമായി അറക്കുന്നവർക്ക് അറക്കാം, വിരോധമൊന്നുമില്ല. പിന്നെ ഒരാളെ അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതിന് വിരോധമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ അറത്തിട്ട് ബാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കേണ്ടത് ഈ അറക്കുകൾ നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് നമുക്ക് പിന്നെ പ്രാവർത്തികമായി റസൂൽ തന്നെ കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ സർക്കാരിന് സംവിധാനമുണ്ട്. ആ സർക്കാരിനെ ഏൽപ്പിക്കാം. പോകുന്ന ആളുകൾ ഉദയത്തിന് ഉള്ള അല്ലെ പിന്നെ ഹദീനുള്ള പൈസ കെട്ടിയാൽ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് വേണ്ടി ഒരു മൃഗത്തെ അറുക്കും. പക്ഷെ സർക്കാർ സംവിധാനം ആകുമ്പോൾ വേറെ കുറെ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അത് അറുത്ത് പാക്ക് ചെയ്ത് ഈ പിന്നെ മാംസം അത് പിന്നെ ദരിദ്രരായ മുസ്ലിം രാജ്യങ്ങളിലുള്ള ദരിദ്രർക്ക് അവരെ എത്തിച്ചു കൊടുക്കും. ആ എത്തിച്ചു കൊടുക്കുന്നതിന് അടക്കമുള്ള ചെലവാണ് നമ്മളിൽ നിന്ന് അവര് ഈടാക്കുന്നത്. സർക്കാർ ഈടാക്കുന്നത് സൗദി സർക്കാർ പിന്നെ രാജീവ് ബാങ്ക് മുഖേന ഈടാക്കുന്നത് അറുക്കാനുള്ള മൃഗത്തിന്റെ ചാർജ് മാത്രമല്ല, അറുത്ത് പ്രോസസ്സിംഗ് നടത്തി അത് ഈ സാധുക്കളായ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനുള്ള ആ ബാഗാക്കി എത്തിക്കാനുള്ള ആ ചെലവടക്കം അതിന്റെ അംശമടക്കം കൂട്ടിയിട്ടാണ് അവരതിന് വില ഇടുന്നത്. അപ്പൊ നമ്മൾ സർക്കാർ തലത്തിൽ അതിന് പണം അടക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാവുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ പണം അത് സാധുക്കളായ ആളുകൾക്ക് മാംസമായിക്കൊണ്ട് അവിടെ എത്തിയെന്നുള്ളതാണ്. ഇനി അതല്ല, അതിന് നമ്മൾ അവിടെ വെച്ച് അവർക്കാണെങ്കിൽ വിരോധമൊന്നുമില്ല. നമ്മളുടെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് കൊടുത്തിട്ട് ബാക്കി കിട്ടുവാണെങ്കിൽ കൊണ്ടുപോകാനുള്ള സാധുക്കളായ ആളുകൾ, അത് കൊണ്ടുപോകാനുള്ള ആളുകൾ ഈ അറബിസ്ഥാനത്തിൽ ഉണ്ടാകും, ധാരാളം ഉണ്ടാവും. അതങ്ങനെ ചെയ്യാം. പിന്നെ അതിൽ നമ്മൾ ഈ സർക്കാരിനെ ഏൽപ്പിക്കുമ്പോൾ നടക്കാതെ പോകുന്ന സംഗതിയുണ്ട്. അതിനും സർക്കാർ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ അറവ് മാംസത്തിൽ നിന്ന് കുറച്ച് നമ്മൾ തിന്നുക എന്ന് പറഞ്ഞത് അതൊരു സുന്നത്തായ സംഗതിയാണ്. നമ്മൾ ഉദയത്ത് പോലെ തന്നെയാണ്. ഉദയത്തിന്റെയും ബേസ് തന്നെയാണ്. അവരാ തിന്ന ചോദിച്ചവർക്ക് കൊടുക്കുക, സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ തിന്നുക എന്നുള്ള സംഗതി നമ്മുടെ അർത്ഥത്തിന്റെ തന്നെ കൃത്യമായിട്ട് നമുക്ക് തിന്നാൻ പറ്റുകയാണെന്നില്ല. നമുക്ക് സർക്കാർ ഒരു പിന്നെ ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റുമായി ഈ അളവ് നടത്തുന്ന സ്ഥലത്ത് എത്തിയാൽ നമുക്ക് ആവശ്യമുള്ള മാംസം അവര് നമുക്ക് തിന്നാൻ വേണ്ടി വെക്കാൻ വേണ്ടി അവർ നൽകുന്ന ഒരു സംവിധാനമുണ്ട്. ഡോക്ടറില്ല അതേ സംവിധാനം. ആ മാംസം നമുക്ക് അവർ തരും. നമുക്ക് ഏത് മാംസം വെച്ചാൽ അത് നമുക്ക് കൊണ്ടുപോയി തിന്നാനും പറ്റും. അപ്പൊ ആ രീതിയിലെ പഠിക്കുക. ഏതായാലും രണ്ടാമത്തെ സംഗതി നമ്മൾ അറക്കുക എന്നുള്ളതാണ്. പിന്നെ അപ്പൊ നമ്മള് സർക്കാർ സംവിധാനത്തിൽ അറക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറക്കണ സംഗതി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നെയ്യറ്റ മനസ്സിലാണ് അളവ് നടക്കുക. നമ്മള് ഏറ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി നമ്മൾ അറക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുക. നമുക്ക് വേണ്ടി ഇനി അറക്കുകയാണ് നടക്കുന്നത്, അതവിടെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നടക്കും. അവിടെ ആ സംഗതികൾ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി ആണുങ്ങൾ നല്ല മുട്ടയടിക്കുക. ചെറുതാക്കാൻ വിരോധമൊന്നുമില്ല, പക്ഷെ മുട്ടയടിക്കുന്നതാണ് ഏറ്റവും
ഉത്തമമായിട്ടുള്ള സംഗതികൾ സ്ത്രീകളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അവർ മുടി എടുക്കുക. അത് വെട്ടിക്കഴിഞ്ഞാൽ 3 സംഗതിയോടെ ചെയ്ത് ഒന്ന് ഏറ് നടത്തും, രണ്ടാമത്തത് അളവ് നടത്തും, മൂന്നാമത്തത് മുടി എടുക്കുന്നത്. അതോടുകൂടി നമ്മൾക്ക് ഈ ഇഹ്റാമിന്റെ ഡ്രസ് നമുക്ക് നിർബന്ധം. ഇനി നമുക്ക് സാധാ നോർമൽ ഡ്രസ്സിൽ നമുക്ക് നടക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മക്കത്തേക്ക് ഇനി നമുക്ക് 2 സംഗതി കൂടി ചെയ്യാൻ നമ്മളുണ്ട്. ഒന്ന് മക്കയിൽ പോയിട്ട് തവാഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സണിയും ഹജ്ജിന്റെ തവാഫ് ചെയ്യണം, ഹജ്ജിന്റെ സണിയും ചെയ്യണം. ഇത് രണ്ടും ചെയ്യാൻ നമ്മൾ മക്കത്തേക്ക് പോകണം. അപ്പൊ മക്കത്തേക്ക് പോകുന്നതിന്റെ അടുത്ത് നമുക്ക് നമ്മളുടെ ടെന്റിലേക്ക് വരാം. ഈ മക്കത്തേക്ക് പോകണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നതിന് വിരോധമല്ല. അത് ദുൽഹിജ്ജ് 13-ന്റെ ഇടയ്ക്ക് എപ്പോൾ നിർവഹിച്ചാലും വിരോധമല്ല. റസൂലുള്ളാഹി ചെയ്തത് ദുൽഹിജ്ജ് 10 തന്നെ അറവും മുടിയെടുക്കലും പിന്നെ ഏറും കഴിഞ്ഞു. ഇതിൽ നമ്മള് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണല്ലോ നമ്മള് ഇഹ്റാമിൽ പ്രവേശിച്ചത്. ആ തെൽബിയത്ത് അവസാനിപ്പിക്കരുത്. ഈ ഏറോട് കൂടി എന്ത് ചെയ്യണം? തെൽബിയത്ത് പിന്നല്ല, പിന്നെ നമ്മൾ ഏറ് കഴിവോട് കൂടി തെൽബിയത്ത് അവസാനിച്ചു. അതുവരെയാണ്. ഇപ്പോൾ ഉംറയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു തെൽബിയത്ത് തുടങ്ങുന്നത് ഇഹ്റാം മുതൽ കഅബാലയത്തിലേക്ക് എത്തുന്നവരെ തെൽബിയത്താണ്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാം മുതൽ ദുൽഹിജ്ജ് 10-ന് ജംറത്തുൽ അഖബയിൽ എത്തുന്നതോടുകൂടി തെൽബിയത്ത് ചെല്ലുന്നത്, ലബ്ബൈക ചെല്ലുന്നത് അവസാനിക്കണം. അങ്ങനെ നമ്മൾ 10-ന്റെ അന്ന് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. 10-ന്റെ അന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 10-ന്റെ അന്ന് ദിവസം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ചെയ്യും. അപ്പൊ റസൂലിന്റെ അടുത്ത് നബിയെ ഞാൻ അർക്കണേന് മുമ്പ് പിന്നെ എന്താണ് മുടിയിട്ടല്ലോ, അല്ലെങ്കിൽ മുടി എറിയതിന്റെ മുമ്പ് ഞാൻ അർത്തു. ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിച്ച് ചെയ്ത അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ അല്ലേ ഓരോരുത്തർ റസൂലിനോട് റസൂലെ ഞാൻ അങ്ങനെ ചെയ്യും. ഇങ്ങനെ എല്ലാവരും ഹദീസുകളെ നമുക്ക് കാണാൻ കഴിയും. 10-ാം ദുൽഹിജ്ജ് 10-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഓരോ സഹാബിമാർ എന്ന് പറയുമ്പോഴും ഒറ്റ മറുപടി റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ, ലാ ഹറജ്, ലാ ഹറജ്, സാരല്ല, പ്രശ്നമല്ല എന്നല്ലാതെ റസൂലുള്ളാഹി വേറെ ഒരു മറുപടിയും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടിന്റെ ഓർഡർ തെറ്റി യാതൊരു പ്രശ്നമില്ല. റസൂലുള്ളാഹി ചെയ്ത ഓർഡർ നമ്മൾ പരമാവധി അങ്ങനെ തന്നെ ചെയ്തു പോകാറ്. അപ്പൊ നമ്മൾ ഈ മുടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സിവിൽ ഡ്രസ്സിൽ സാധാ ഡ്രസ്സിൽ നമുക്ക് മക്കത്തേക്ക് പോകാം. ഇഹ്റാം ഡ്രസ്സിൽ പോകാൻ വിരോധമല്ല. മക്കത്തേക്ക് സാധാരണ ഡ്രസ്സിൽ പോയി നമ്മൾ തവാഫ് ചെയ്യാം. ആ തവാഫ് നല്ല തിരക്കുണ്ടാവും. നമ്മൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും തിരക്കുള്ള തവാഫ് ഈ തവാഫിൽ ഇഫാദയുടെ തവാഫ്, അത് ദുൽഹിജ്ജ് 10-ന്റെ തവാഫാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ തവാഫിൽ നേരത്തെ പറഞ്ഞ സമയത്ത് അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. പക്ഷെ അതിനെന്തുണ്ട്, ഈ നമ്മുടെ ആളുകൾ അവരുടെ ബോള് കാണിച്ചുകൊണ്ട് പിന്നെ വസ്ത്രം വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ അവർ ജോഗിങ് നടത്തിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ തന്നെ അവർ ചെയ്യുക. അവർക്ക് സാധാരണ ഡ്രസ്സ് ഇടാം. ഇഹ്റാമിന്റെ ഡ്രസ്സ് പോലും ആ തവാഫിന് ആവശ്യമില്ല. സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർക്ക് തവാഫ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സഴിയും ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ അതോടുകൂടി ഏകദേശം പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അന്ന് തന്നെ ദുൽഹിജ്ജ് 10-ന് തന്നെ നമ്മൾ മിനയിലേക്ക് തന്നെ മടങ്ങും. അന്ന് രാത്രിയിലും നമ്മൾ മിനയിലേക്ക് തന്നെ മടങ്ങണം. അപ്പോ ഈ ദുൽഹിജ്ജ് 10-ന് നമുക്ക് ചെയ്യാനുള്ള സംഗതി സുബഹി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ കല്ല് 3-ാമത്തെ ജംറയിൽ വന്ന് കല്ലെറിയുക. അതോടുകൂടി തെൽബിയത്ത് ചൊല്ലി അവസാനിപ്പിക്കണം. മറ്റേത് മുസ്ദലിഫയിൽ നമ്മളിങ്ങനെ വരുന്ന വരവുണ്ടല്ലോ, വലിയ ജനാവലി ഇങ്ങനെ പ്രയാണം നടത്തുക, ഇതൊക്കെ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും വരിക. ആ ഒരു വരവ് എല്ലാത്തൊരു സുന്ദരമായ അനുഭൂതി ഉണ്ടാകുന്ന സംഗതിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ എത്തി കഴിഞ്ഞു. പിന്നെ 5 സംഗതി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പിന്നെ മുടിയെടുത്തു, അറവ് നടത്തി, മുടിയെടുത്തു, മക്കയിൽ പോയി തവാഫ് ചെയ്തു. പിന്നെ തവാഫ് സഅയ് നടത്തി വീണ്ടും നമ്മൾ മിനയിലേക്ക് നമ്മുടെ ടെന്റിലേക്ക് തന്നെ മടങ്ങി വരുന്നു.
ഇനി 3 ദിവസം അവിടെ കഴിച്ചു കൂടുക, ഹജ്ജ് അവസാനിക്കാൻ പോകാം. 3 ദിവസം അവിടെ കഴിച്ചു കൂട്ടേണ്ടതുണ്ട് ഈ മിനയിൽ. 2 ദിവസം ആക്കുന്നതിന് വിരോധമൊന്നുമില്ല, ഏത് രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിച്ച് പോരാം. ഈ 3 ദിവസം നമുക്ക് ചെയ്യാനുള്ള സമയം എന്താണ്? മിനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കുക, അതതിൻ്റെ സമയത്ത് നിസ്കരിക്കുക. ഒന്ന്. രണ്ടാമത്തെ സംഗതി, ളുഹറിന് ശേഷം മിനയിൽ 3 സ്ഥലത്ത് കല്ലെറിയേണ്ടത്. 3 സ്ഥലത്ത്. അതിൽ ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. ഈ പറഞ്ഞ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കല്ലുള്ള സ്ഥലത്ത് ളുഹറിന് ശേഷം എന്നും പോയി 7 കല്ലെറിയുക. കല്ലെറിയുമ്പോൾ നമ്മൾ കഴിയുമെങ്കിൽ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ, കല്ലെറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ ഒന്നാമത്തെ ജംറന്റെ വലത് ഭാഗത്തേക്ക് മാറി നിന്ന് കഅബന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കൈയുയർത്തി നമുക്ക് നിരന്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കല്ലെറിഞ്ഞ സ്ഥലത്ത് നിന്ന് 7 പ്രാവശ്യം കല്ലെറിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് മാറി നിന്നിട്ട് കൈയുയർത്തി നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ജംറയിൽ കല്ലെറിഞ്ഞാൽ പിന്നെ അവിടെ പ്രാർത്ഥനയല്ല, അവിടെ നിന്ന് പിന്നെ പ്രാർത്ഥനയല്ല. അവിടെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ടെന്റിലേക്ക് തന്നെ മടങ്ങി വരും. പിന്നെ ടെന്റിൽ തന്നെയാണ് കഴിയുക. പിന്നെ പിറ്റേ ദിവസം അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമസ്കാരമൊക്കെ അതിൻ്റെ സമയത്ത് 4 റക്അത്തിൽ 2 റക്അത്തായിട്ട് നിസ്കരിച്ചുകൊണ്ട് അങ്ങനെ പോവുക. ളുഹർ കഴിഞ്ഞാൽ കല്ലെറിയാൻ പോവുക, പിന്നെ മടങ്ങി ടെന്റിലേക്ക് വരിക. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി മടങ്ങി പോകണം, അവസാനിപ്പിക്കണം എന്ന് തോന്നാൻ ഒരു വിരോധമില്ല, നമുക്ക് പോകാം. പക്ഷെ എന്ത് ചെയ്യണം? മഗ്‌രിബിന്റെ മുമ്പ് മിനയിൽ നമ്മൾ പോകണം. മഗ്‌രിബിന്റെ മുമ്പ് മിനയിൽ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പിന്നെ അഖബയിൽ വന്ന് കല്ലെറിഞ്ഞ് നമ്മുടെ ടെന്റിൻ്റെ അടുത്ത് പോയി നമ്മുടെ ലഗേജൊക്കെ എടുത്ത് പോകാൻ ചിലപ്പോൾ നമുക്കൊരു സാവകാശം കിട്ടിക്കാൻ വരും. നമ്മളെ ഇന്ത്യക്കാരായ ആളുകളൊക്കെ അധികം, ഇന്ത്യക്കാരല്ലാത്തവരൊക്കെ നേരത്തെ പോകും, അധികം പോകും. ഇന്ത്യ, പാകിസ്ഥാൻ പോലെ നമ്മളെ സ്ഥലത്തുള്ള ആളുകളൊക്കെ അധികം ആളുകളും 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഹജ്ജ് കമ്മിറ്റിൻ്റെ കൂടെ പോകുന്നവരും ഒക്കെ മിക്കവാറും 3 ദിവസവും അവിടെ കല്ലെറിഞ്ഞ് അവിടെ മിനയിലുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം 3-ാം ദിവസം സാവകാശത്തിൽ കല്ലേറ് കഴിഞ്ഞ് അവർ പിന്നെ അവരുടെ ലഗേജൊക്കെ എടുത്ത് അവർ റൂമിലേക്ക് തന്നെ മടങ്ങി പോകും. അവരുടെ ഹജ്ജ് യഥാർത്ഥത്തിലൂടെ കഴിഞ്ഞു. ഈ ഒറ്റ സംഗതി കൂടി ബാക്കിയുള്ളൂ. അത് നാട്ടിൽ പോകാനാവുമ്പോൾ അവരൊരു വലുതായിട്ട് തവാഫ് ചെയ്യും. ഒരു തവാഫ് കൂടി ചെയ്യും. തവാഫ് മാത്രം, തവാഫും 2 റക്അത്ത് നിസ്കാരവും നാട്ടിൽ പോകാനാണ് സമയത്ത് അവർ നിർവഹിക്കും. പക്ഷെ അത് തന്നെ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ബാധകമല്ല, അവരെ ചെയ്തുകൊള്ളുന്നില്ല. ബാക്കിയുള്ള ആളുകൾ ആ സംഗതികൾ ചെയ്തു. അതോടുകൂടി ആ ഹജ്ജ് എന്ന് പറഞ്ഞ കർമ്മം നമ്മൾ അവസാനിച്ചു. അതാണിപ്പോൾ ഹജ്ജിന്റെ സംക്ഷിപ്ത രൂപം. ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇത് വളരെ ലളിതമായി ഓരോ ദിവസവും കാര്യമായി വരുന്നില്ല. ചുരുക്കി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാണ്. 5 വക്ത് നിസ്കരിക്കുക, 4 റക്അത്തിൽ 2 റക്അത്തായിട്ട് എല്ലാ അതിന്റെ സമയത്ത് തന്നെ മിനയിൽ വെച്ച് നിസ്കരിക്കുക. വെള്ളിയാഴ്ച 9 സുബൈ നിസ്കാരം കഴിഞ്ഞാൽ മിനയിൽ നിന്ന് സുബൈ നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയിലേക്ക് പോവുക. അറഫയിൽ വെച്ച് മഗ്‌രിബ് ളുഹറും അസറും ഒരുമിച്ച് 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. മഗ്‌രിബ് വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദുൽഹിജ്ജ് മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചാൽ അറഫയിൽ നിന്ന് മടങ്ങി മുസ്ദലിഫയിൽ വരിക. അവിടുന്ന് മഗ്‌രിബും ഇശയും ഒരുമിച്ച് അവിടെ നിസ്കരിക്കുക, അവിടെ കിടന്നുറങ്ങുക. ദുൽഹിജ്ജ് 10 സുബൈ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം പ്രാർത്ഥിക്കുക. സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് പ്രയാണം ആരംഭിക്കുക. ആ പ്രയാണം നേരെ പോയി ആദ്യം കല്ലെറിയണം, പിന്നെ അറബ് നടത്തണം, പിന്നെ മുടിയെടുക്കണം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മക്കയിലേക്ക് പോകണം. ഈ 3 സംഗതി നടക്കുന്നത് മിനയിൽ വെച്ച് തന്നെയാണ്. പിന്നെ മക്കയിൽ പോയിട്ട് തവാഫും ഒരു സഫാ മർവയ്ക്കിടയിൽ ഒരു സൈഡ് നടത്തുക. ദുൽഹിജ്ജ് 10 കഴിഞ്ഞു. നേരെ രാത്രിയാവുമ്പോൾ മിനയിലേക്ക് മടങ്ങി വരിക. 11, 12, 13 മിനയിൽ കഴിച്ചു കൂടുക. അവിടെ ചെയ്യാനുള്ള അമലുകൾ ഒന്നുമില്ല. എല്ലാ നിസ്കാരവും അതതിൻ്റെ സമയത്ത് 4 റക്അത്തിൽ 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 ജംറകളിലും 7 കല്ലുകളും വീതം എറിയുക. എന്നിട്ട് പിന്നെ 3-ാം ദിവസം അത് കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് മടങ്ങുക. നാട്ടിലേക്ക് പോരാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞാൽ ഒരു തവാഫ് കൂടി ചെയ്ത് നാട്ടിലേക്ക് പോരുക. ഇതാണ് ഇപ്പോൾ ഹജ്ജ്.
പിന്നെ ഇതിന്റെ ഇടയിൽ കിട്ടുന്ന ഈ സമയം 145 ദിവസം ഉണ്ടാവുമ്പോൾ ഈ ഹജ്ജ് കമ്മിറ്റിന്റെ കൂടെ പോണ ആളുകൾക്ക് അല്ലാത്തവർക്ക് 30 ദിവസം ഉണ്ടാവും. ഈ ബാക്കി സമയമൊക്കെ എന്താ ചെയ്യുക? ബാക്കി സമയം ഉപയോഗം പ്രാർത്ഥനയും പഠനവും വായനയും ഡിസ്കഷനും ടെന്റുകളിലാണെങ്കിൽ ക്ലാസ്സുകളും ചോദ്യോത്തരവും ഒക്കെ അതിൻ്റെയൊക്കെ സംവിധാനങ്ങളോടെ സർക്കാർ തലത്തിലുണ്ട്. ഏത് സംശയം തീർക്കാനും ഒക്കെ ആയിട്ട് അവരാന്റെ പരലോകത്തിന് ആവശ്യമായ സംഗതികളൊക്കെ ഭംഗിയായി നിർവഹിച്ച് നമുക്ക് ജീവിക്കാം, പൂർത്തിയാക്കാം.